പ്രവർത്തനങ്ങളിൽ അസൂയ കൊണ്ട ആളുകൾ എന്നെ ഈ സമൂഹത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടി, എന്റെ രക്തത്തിനു വേണ്ടി, എന്റെ മക്കളുടെ പോലും ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒരു കാരണവശാലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ നിന്ന് എനിക്ക് ലഭിക്കേണ്ട ഒരു പിന്തുണയല്ല എന്നുള്ളത്. ഞാൻ ഈ സമൂഹത്തിന് വേണ്ടി മാത്രം നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോസ്റ്റുകളിൽ ഞാൻ കോടികളുടെ അഴിമതി നടത്തി പണം സമ്പാദിച്ചു, കോറിക്കാരടുത്ത് നിന്ന് പണം സമ്പാദിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ വളരെ തരം താഴ്ന്ന രീതിയിലുള്ള പ്രചരണങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് പാൽച്ചിറ സർവീസ് സഹകരണ ബാങ്കിലും അതുപോലെ സുൽത്താൻ ബത്തേരി കാർഷിക വികസന ബാങ്കിലും ഒരിക്കലൊരു കാനറ ബാങ്കിലുമായി 50 ലക്ഷത്തോളം രൂപ ബാധ്യതയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള എന്നെ സംബന്ധിച്ച് ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തി എന്നെയും എന്റെ കുടുംബത്തെയും തകർക്കണം എന്നുള്ള രീതിയിൽ ഇതുപോലെ ഉള്ള സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പൊതുസമൂഹത്തോട് ഞാൻ ഇത്തരത്തിലുള്ള ഒരു അനീതിയും ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ചതിക്കും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കാത്ത സ്വന്തം പ്രവർത്തകരെ തട്ടിപ്പുകാരായി ചിത്രീകരിക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്ന ഒരു പാർട്ടിയെ എന്തു പേരിട്ട് വിളിക്കും? സ്ത്രീവേട്ടക്കാർക്ക് സംരക്ഷണമൊരുക്കുന്ന ഒരു നേതൃത്വത്തെ ആ പാർട്ടിയിലെ വനിതകൾ എങ്ങനെ വിശ്വസിക്കും? അപജയത്തിന്റെ പടുകുഴിയിലാണ് കോൺഗ്രസ്. പൊതുപ്രവർത്തനത്തിന്റെ മാന്യത കളയുന്ന ഒരു അധോലോക സംഘമായി കോൺഗ്രസ് മാറുന്നുവെന്ന ആക്ഷേപമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നത്. മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് നിൽക്കാൻ കഴിയാത്ത പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ആത്മഹത്യയിലേക്ക് അഭയം തേടുകയും ചെയ്യുന്നവരുടെ എണ്ണം ഓരോ ദിവസവും കൂടി വരികയാണ്. ഗാന്ധിയും നെഹ്റുവും ധരിച്ച ഖദറിന്റെ തൂവെള്ളയിലേക്ക് നിരന്തരം ചെളി വാരി എറിയുകയാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതൃത്വം. പൊതുസമൂഹത്തിന്റെ വിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ ആ പാർട്ടിയുടെ അണികൾ തന്നെ കൈയൊഴിയുകയാണ്. കോൺഗ്രസിനെ ആരാണ് വിശ്വസിക്കുന്നത്? ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവ് CK ശശീന്ദ്രൻ, കോൺഗ്രസ് സഹയാത്രികൻ B റജി, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവരാണ്. സ്വാഗതം 3 പേർക്കും ചർച്ചയിലേക്ക്. ശ്രീ റജി, ഇന്നലെ ഇതേ സമയത്ത് ഇതേ ചർച്ചയിൽ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ താങ്കൾ പ്രകടിപ്പിച്ച താങ്കളുടെ കോൺഗ്രസിനെ കുറിച്ചുള്ള ചില ആവലാതികൾ, ചില വിഷമതകൾ താങ്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ധാർമ്മികതയുള്ള പാർട്ടിയാണ്, ചിലർക്കെങ്കിലും ഈ പാർട്ടിയിലുള്ള ചിലരെങ്കിലും നല്ലവരായിട്ടുണ്ട്, ചിലർ നല്ലവരല്ലാതെ ആയിട്ടുള്ളവരുമുണ്ടെന്ന് താങ്കൾ ഇന്നലെ ഒരു പ്രതികരണം നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് ജോസ് നല്ലേടം എന്ന് പറയുന്ന വയനാട്ടിലെ ആത്മഹത്യ ചെയ്ത ആ കോൺഗ്രസ് പ്രവർത്തകൻ്റെ വീഡിയോ, ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അദ്ദേഹം ചിത്രീകരിച്ച ആ വീഡിയോ പുറത്തു വന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് തന്നെയും തൻ്റെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്തിയത്, ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. 50 ലക്ഷം കടക്കാരനായിരുന്നു ഞാൻ. എന്നെക്കുറിച്ചാണ് അപഖ്യാതികൾ അപകീർത്തികരമായ പ്രചാരണം നടത്തിയത്. പിടിച്ചു നിൽക്കാൻ കഴിയുന്നതല്ല ഈ സമൂഹത്തിൽ, ജീവൻ ഒടുക്കുകയാണെന്നാണ് പറഞ്ഞത്. താങ്കൾ കേട്ടിട്ടുണ്ട്. കോൺഗ്രസിനെതിരെയാണ്. താങ്കളുടെ കൂടി പാർട്ടിയുടെ ഒരു സഹപ്രവർത്തകൻ വയനാട്ടിലെ 5 പേരാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ അവിടെ ആത്മഹത്യ ചെയ്തത്. അതിൽ പലരുടെയും പേര് നമുക്കറിയാം, എല്ലാവരെയും അറിയാം, എങ്ങനെയാണ് മരിച്ചതെന്ന്. കോൺഗ്രസ് ഓഫീസിൽ തൂങ്ങി മരിച്ച ജോൺ അടക്കമുള്ളവരുണ്ട്. എങ്ങനെയാണ് ഈ പാർട്ടിയെ, ഈ തുടക്കത്തിൽ ഞാൻ ചോദിച്ചതുപോലെ പാർട്ടി പ്രവർത്തകർ തന്നെ എങ്ങനെയാണ് വിശ്വസിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഈ പാർട്ടിയെ? കോൺഗ്രസ് എന്ന പാർട്ടിയെ നമ്മൾ അതിനെതിരെ ഒരു വിമർശന ശരം ഉന്നയിക്കുന്നതിന് മുമ്പേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇതൊരു വലിയ ധാരാളം ഒട്ടനവധി ആളുകൾ ചേരുന്ന ഒരു സംഘടനയാണ്. കോടിക്കണക്കിന് ആളുകളാണ് ഈ സംഘടനയ്ക്ക് ജീവൻ നൽകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഘടനയിൽ വിവിധ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരുണ്ടാകും. അതിൽ ഏതെങ്കിലും 1-2 വിഷയങ്ങൾ, ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ മഹത്തായ പ്രസ്ഥാനത്തെ കരിവാരി തേക്കുവാനുള്ള
നീക്കങ്ങൾക്ക് ഒരു തരത്തിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം അത് എല്ലാ പാർട്ടിയിലും സ്വാഭാവികമാണ്. അത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ ഫലപ്രദമായി തടയുക, അതിനനുസരിച്ച് ആർജവത്തോടെ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് ആർജവമുള്ള ഒരു നേതൃത്വത്തിൻ്റെ നടപടിയും നിലപാടും അത്തരത്തിലാണ് സ്വീകരിക്കേണ്ടതും. ഇത് കോൺഗ്രസിനെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. നാം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. അതിനുശേഷം അടുത്ത വർഷം ആദ്യം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അപ്പോൾ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്നുള്ള വലിയ ശക്തമായ ഒരു പ്രതീക്ഷയോടുകൂടി നമ്മുടെ കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ചില പ്രാദേശിക വിഷയങ്ങളെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് മഹത്തായ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എല്ലാം മോശമാണ്, അതിനെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന പാർട്ടിയാണോ, മോശപ്പെട്ട പാർട്ടിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് ഒരു പ്രാദേശിക വിഷയത്തെ വളരെ വലുതാക്കി കാട്ടുന്നു എന്നുള്ളത് ആണ് ഒരു ഘട്ടത്തിലുള്ളത്. ഇവിടെ ഇന്നലെ തന്നെ നമ്മൾ NM വിജയൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ അതിൽ പാർട്ടി ശക്തമായ നിലപാടെടുത്തു. ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ അഞ്ച് എണ്ണിക്കൊണ്ട് ഏതാണ്ട് 5 തരത്തിൽ ആ കുടുംബത്തെ സഹായിക്കുവാൻ പാർട്ടി കൂടെ നിന്നു. അതൊന്നും നമ്മൾ വിസ്മരിക്കരുത്. കാരണം പാർട്ടിയോടൊപ്പം കോൺഗ്രസ് പ്രസ്ഥാനത്തിനോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച NM വിജയൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ശേഷം ആ ഫാമിലിയെ സഹായിക്കുവാൻ, ആ ഫാമിലിയോടൊപ്പം ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ ഇന്റർനാഷണൽ കോൺഗ്രസ് തയ്യാറായി എന്നുള്ള വസ്തുത നമ്മൾ വിസ്മരിക്കരുത്. ഏതാണ്ട് 5 തരത്തിലുള്ള സഹായം ആണ് ഈ പാർട്ടി ആ കുടുംബത്തിന് വേണ്ടി നൽകിയിട്ടുള്ളത്. നമ്മൾ നോക്കൂ, അതുമായിട്ട് ബന്ധപ്പെട്ടത് പൊതുസമൂഹത്തിന് മുമ്പാകെ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ ആ കുടുംബത്തെ അതിജീവനത്തിലേക്ക് നയിക്കുവാനും അവർക്ക് ലൈവ്ലിഹുഡ് നടത്തുവാനും ഉള്ള ധനസഹായം നൽകുവാനും അതുപോലെ ബാങ്കിലെ ലോൺ തുക അത് അടച്ചു തീർത്തുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുവാനും ഏതാണ്ട് 60 ലക്ഷത്തിലധികം വരുന്ന ഒരു ആധാരം ബത്തേരി ബാങ്കിലുള്ളത് അത് എടുത്തു നൽകുന്നതിന് ആ കടം വീട്ടുന്ന ബാധ്യത പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ വിധത്തിലും കോൺഗ്രസിനോടൊപ്പം ദീർഘകാലം പ്രവർത്തിച്ച NM വിജയൻ എന്ന വയനാട്ടിലെ നേതാവിനെ പാർട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും സംരക്ഷിക്കും. ഇനിയും സംരക്ഷിക്കും. താങ്കൾ പറഞ്ഞത് കേൾക്കുമ്പോൾ ഒരുപക്ഷേ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നിയത് NM വിജയന്റെ കുടുംബത്തെ പാർട്ടി കോൺഗ്രസ് സംരക്ഷിച്ചു കഴിഞ്ഞു. 60 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുള്ളൂ. 60 ലക്ഷം രൂപയുടെ ബാധ്യത തീർത്തു. ഇന്നലെ എന്തിനാണ് പത്മജ NM വിജയന്റെ മകൾ ആത്മഹത്യക്ക് ശ്രമിച്ചത്? എഴുതി വെച്ചത് എന്തിനാണ്? കൊലയാളി കോൺഗ്രസേ നിനക്കൊരു ഇര കൂടി എന്ന് എഴുതി വെച്ചത് എന്തിനാണ് ശ്രീരജി? ഈ എഴുതി വയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ അത് പരസ്പരമായിട്ടുള്ള ഒരു ധാരണയാണ് അതിലുണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരസ്പര വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ധാരണ പ്രകാരം ആ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ആ കുടുംബത്തിൻ്റെ ലൈവ്ലിഹുഡായി 10 ലക്ഷവും 10 ലക്ഷവും വെച്ച് 20 ലക്ഷം നൽകുന്നു. അതുപോലെ ഏതാണ് ഒരു ബാങ്കിൽ, അതായത് അഹല്യ എന്ന് പറയുന്ന ബാങ്കിൽ അതിലുണ്ടായിരുന്ന ഒരു 20 ലക്ഷത്തിൻ്റെ കടബാധ്യത, അതിലെ ആ കുടുംബം അടച്ചതിന് ശേഷം ബാക്കി വരുന്ന തുക, അങ്ങനെ ആ 40 ലക്ഷവും ഏതാണ്ട് ക്ലിയർ ചെയ്തു. ആ ആശ്വാസ ധനസഹായമായി ആദ്യഘട്ടത്തിൽ തന്നെ പാർട്ടി അതിന് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സാമ്പത്തിക സഹായം നൽകി. അതിനുശേഷമാണ് താങ്കൾ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയുടെ നേതൃത്വം താങ്കളെ ധരിപ്പിച്ചത് തെറ്റാണ്. 60 ലക്ഷം രൂപയല്ല കുടുംബത്തിന്റെ ബാധ്യത, 2,60 ലക്ഷമാണ്. 2,60 ലക്ഷം എങ്ങനെയാണ് വന്നത്? 45 ഉദ്യോഗാർത്ഥികൾ, അവരിൽ നിന്ന് താങ്കളുടെ പാർട്ടി IC ബാലകൃഷ്ണന് ND അപ്പച്ചൻ അടക്കമുള്ളവരുടെ നിർദ്ദേശത്തെ തുടർന്ന് വാങ്ങിയ തുകയാണ്. അവർക്ക് ജോലി കിട്ടാതായപ്പോൾ തിരികെ കൊടുക്കേണ്ടി വന്ന തുകയാണ്. ആ 2 കോടിയുടെ കണക്കെവിടെ? ആ പൈസ ആര് കൊടുക്കും? നോക്കൂ, അത് സംബന്ധിച്ച് പാർട്ടി ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയും ആ അന്വേഷണ കമ്മീഷൻ അത് സംബന്ധിച്ച് ഉള്ള റിപ്പോർട്ട് പാർട്ടിക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ശ്രീ രഞ്ജി, താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. പക്ഷേ അല്പം സാവകാശമുണ്ട്. പാർട്ടി അന്വേഷണം നടത്തുന്നുണ്ട്. പാർട്ടി അന്വേഷണം നടത്തി കഴിയുമ്പോഴേക്ക് ഇന്നലെ ആ കുടുംബം പത്മജ ആത്മഹത്യക്ക് ശ്രമിച്ചതുപോലെ ആ കുടുംബത്തെ ഒന്നടങ്കം ഇല്ലാതാക്കാൻ നിങ്ങളുടെ നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സാധാരണ പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. സി ശശീന്ദ്രൻ, ഇന്ന് ഏറ്റവും ഒടുവിലായി ആ ജോസിൻ്റെ വാക്കുകൾ കൂടി നമ്മൾ കേട്ടതാണ്. ഒരു സാധു മനുഷ്യൻ, അദ്ദേഹം വന്ന് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് എത്രയധികം തയ്യാറെടുപ്പുകൾ, എത്രയധികം മാനസിക സംഘർഷത്തിലൂടെ അദ്ദേഹം കടന്നുപോയിട്ടുണ്ടാകാം. ആ മനുഷ്യൻ പറയുകയാണ് 50 ലക്ഷം രൂപ ബാധ്യതയുള്ള തന്നെക്കുറിച്ചാണ് പൈസ തട്ടിപ്പുകാരനെന്ന് വലിയ തരത്തിലുള്ള പ്രചാരണം നടത്തിയത്. ഇത് താങ്ങാൻ കഴിയുന്നതല്ല. മകളെ കൂടി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഒരു കോൺഗ്രസ്സുകാരനാണ് ആ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ പറയുന്നത്. ഇപ്പോഴും സി റജിയെ പോലെയുള്ള കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നു പാർട്ടി എന്തൊക്കെയോ നടപടി എടുത്തിട്ടുണ്ട്.
റെജി മനസ്സിലാക്കിയതുപോലെയല്ല കാര്യങ്ങൾ. ഒന്നുകിൽ ശ്രീ രജി കാര്യങ്ങൾ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം കാര്യങ്ങൾ വേണ്ടത്ര മനസ്സിലാക്കിയില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വയനാട്ടിൽ 5ാമത്തെ കോൺഗ്രസ് പ്രവർത്തകനാണ്, ഒരു പ്രാദേശിക വിഷയമല്ല അത്, 5ാമത്തെ കോൺഗ്രസ് പ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ മണ്ഡലം ഭാരവാഹി കൂടിയായിട്ടുള്ള ആളാണ്. അദ്ദേഹമാണ് ആത്മഹത്യ ചെയ്യാനിടയാക്കിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിനകത്തുള്ള ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായിട്ടാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളെ പോലെ കാണുകയും ഏത് അപകടത്തിൽ കൊണ്ട് ചാടിക്കാനും ഏത് രീതിയിൽ ആളുകളെ തെറ്റായ രീതിയിൽ നടപടികൾക്ക് വിധേയമാക്കാനും ഒക്കെയുള്ള ഒരു മടിയും കാണിക്കുന്നില്ല. എന്തും ചെയ്യും, എത്ര വൃത്തികേട് വേണമെങ്കിലും കാണിക്കാമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട റെജി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ MLAക്ക് 2 MLAമാരാണ് കോൺഗ്രസ്സിന് വയനാട്ടിലുള്ളത്. ഞങ്ങളുടെ മന്ത്രി അവിടെ പോയി, നിങ്ങളുടെ 2 MLAമാർക്കും ആ വീട്ടിലേക്ക് പ്രവേശനമില്ല. അത് കോൺഗ്രസിൻ്റെ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ്, അദ്ദേഹം കോൺഗ്രസിൻ്റെ മണ്ഡലം ഭാരവാഹി കൂടിയാണ്. അങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് മക്കൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എത്രമാത്രം ഒരു പ്രസ്ഥാനത്തെ എത്രമാത്രം അവർ വെറുക്കുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. ഇതൊരു പ്രാദേശിക പ്രശ്നമായിട്ട് ചുരുക്കി കാണേണ്ടത് അല്ല എടുക്കേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത്, നേരത്തെ പറഞ്ഞു, പ്രസ്ഥാനത്തിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടാവാം, അക്കാര്യത്തിലൊന്നും തർക്കവുമില്ല. CPMനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ദേശീയ അടിസ്ഥാനത്തിൽ ഒട്ടേറെ കാര്യങ്ങളിൽ നമ്മൾ യോജിച്ച് വർഗീയതയ്ക്കെതിരായിട്ട് പോരാടുന്നുമുണ്ട്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരെന്ന നിലക്ക് ഇങ്ങനെ വരുന്ന തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നവരുടെ പേരിൽ മാതൃകാപരമായി നടപടി സ്വീകരിക്കാൻ നിങ്ങൾക്ക് കഴിയണം. ചിലപ്പോൾ പല പ്രസ്ഥാനത്തിനകത്തും ആളുകൾ കണ്ടേക്കാം, പക്ഷേ അത്ര മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. അങ്ങനെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഇത്തരം തെറ്റ് ചെയ്ത ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി പരസ്യമായിട്ട് നിൽക്കുകയാണ് ഒന്ന്. അതിലപ്പുറത്തേക്ക് പറ്റിക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ഇപ്പം പത്മജയുടെ ഒരു വിഷയം നിങ്ങൾ കേൾക്കൂ. കൽപ്പറ്റ MLA, നേരത്തെ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ പുനഃസംഘടിച്ചപ്പോൾ ആ സ്ഥാനമില്ല, പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം കൽപ്പറ്റയിലൊരു അഭിഭാഷകൻ്റെ ഓഫീസിൽ വെച്ച് അദ്ദേഹവും മരിച്ചുപോയ വിജയേട്ടൻ്റെ മകൻ വിജേഷ്, അവരുടെ മകൻ്റെ ഭാര്യ അല്ലെങ്കിൽ വിജയേട്ടൻ്റെ മരുമകൾ പത്മജയും കൂടി ചർച്ച ചെയ്ത് KPCC നിശ്ചയിച്ചിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കമ്മീഷൻ്റെ ഭാഗമായിട്ട് കൂടെ ചർച്ച ചെയ്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയാണ്. ആ എഗ്രിമെൻറ്റിൽ 25 ലക്ഷം രൂപ ക്യാഷായി നൽകാമെന്നും ബാക്കി അവരുടെ വീടും സ്ഥലമൊക്കെ പണയപ്പെടുത്തിയത് 1 കോടിയോളം രൂപ വരും. ആ 1 കോടിയോളം രൂപ വരുന്നത് പലിശ ഉൾപ്പെടെ, അതിന് ബാധ്യതയെല്ലാം ഇവർ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞ എഗ്രിമെൻ്റാണ്. എഗ്രിമെൻ്റെല്ലാം എഴുതി 2 കൂട്ടർ ഒപ്പിട്ട ശേഷം സിദ്ദിഖ് MLA പറയുകയാണ്, എഗ്രിമെൻറ്റ് നിങ്ങളുടെ കയ്യിലും വേണ്ട, എൻ്റെ കയ്യിലും വേണ്ട, നമുക്ക് വക്കീലിൻ്റെ ഓഫീസിൽ സൂക്ഷിക്കാം. പാപം കോൺഗ്രസിനെ വിശ്വസിച്ച് അവരങ്ങനെ സമ്മതിച്ചു പോന്നു. നിങ്ങൾ നേരത്തെ കുറേ പണത്തിൻ്റെ കണക്കൂടെ പറയുന്നത് കേട്ടു. അത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് നല്ലപോലെ വ്യക്തമാക്കേണ്ടത്, ജനങ്ങളോട് പറയേണ്ടത്. പത്മജ ഞങ്ങളോട് പറഞ്ഞത്, ഞാൻ ഇന്നലെ പത്മജയായിട്ട് പോയി സംസാരിച്ചതാണ്, 20 ലക്ഷം രൂപയാണ് ആകെ തന്നിരിക്കുന്നത്. ആ 20 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഒന്ന്, ഒരു സ്ഥാപനത്തിലുണ്ടായിരുന്ന കടം വീട്ടുന്നതിന് വേണ്ടി OTS വഴി 10 ലക്ഷം രൂപ കൊടുക്കാൻ തയ്യാറായി. 10 ലക്ഷം രൂപ കിട്ടി. മറ്റ് നിങ്ങൾ തന്നെ പറഞ്ഞിട്ട് ബാങ്കിലാണോ എന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്. ഒന്ന് OTS വഴി കടങ്ങളെല്ലാം വാങ്ങി 14 ലക്ഷം രൂപ അവർ അടച്ചിട്ടുണ്ട്. ബാക്കി 10 ലക്ഷം കൂടി അടച്ചു കഴിഞ്ഞാൽ ആ കടം വീടാൻ കഴിയും. ആ കടത്തിന് 10 ലക്ഷം രൂപ തന്നു. അപ്പോൾ ആകെ 20 ലക്ഷം രൂപ 2-3 തവണയായിട്ട് തന്നിട്ടുണ്ട്. ബാക്കി പൈസ അവർക്ക് കൊടുത്തിട്ടില്ല. ഈ എഗ്രിമെൻ്റിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ വക്കീലിൻ്റെ ഓഫീസിലേക്ക് വന്നു അദ്ദേഹം. കൽപ്പറ്റയിലുള്ള വക്കീലിൻ്റെ ഓഫീസിലേക്ക് പത്മജ വന്നു. അപ്പോൾ പറഞ്ഞത് MLA വാങ്ങിപ്പോയി. അതെന്തൊരു ഏർപ്പാടാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് റെജി. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? പരസ്പര വിശ്വാസത്തിൻ്റെ പേരിൽ 2 കൂട്ടരും വക്കീലിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. വക്കീൽ അത് കൊടുക്കാൻ പാടില്ല. പക്ഷേ വക്കീലിനേക്കാൾ വലുതാണല്ലോ MLA, അദ്ദേഹം ജനപ്രതിനിധി കൂടിയാണല്ലോ. അത് വാങ്ങിപ്പോയി കളഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോൾ ഞങ്ങളൊന്നും കൊടുക്കാനില്ല എന്നല്ല പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഈ കമ്മീഷനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും കാര്യങ്ങൾ വിളിച്ചത് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ജനങ്ങൾക്കറിയാം എന്താ കാര്യങ്ങൾ നടന്നിരിക്കുന്നതെന്ന്. വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗുണ്ടാ സംഘങ്ങൾ ഏറ്റുമുട്ടുന്നത് പോലെ സാമ്പത്തിക തട്ടിപ്പാണ് എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. MLA പദവി ഉപയോഗിച്ചുകൊണ്ടും മറ്റു കാര്യങ്ങൾ കൊണ്ടും തട്ടിപ്പിനുള്ള കാര്യങ്ങൾ എന്ന നിലക്ക് ഈ കാര്യങ്ങൾക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യബുദ്ധിയോട് പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ അതിനെന്തും ചെയ്യും. നിങ്ങളുടെ തന്നെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ 17 ദിവസം ജയിലിൽ കിടന്നു. രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും ഒറ്റുകൊടുത്തതാണോ റെജി? നിങ്ങൾ ആലോചിക്കേ, രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും ഒറ്റുകൊടുത്തതാണോ? നിങ്ങളുടെ തന്നെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി വിദേശമദ്യം അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളെല്ലാം കൊണ്ടുപോയിട്ട് നിങ്ങൾ തന്നെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്ന് നോക്കുമ്പോൾ വണ്ടിയിൽ ഈ സാധനങ്ങളെല്ലാം ഉണ്ട്.
പോലീസ് അങ്ങനെ പല മെസ്സേജ് വരും. അപ്പോൾ അവർ സാധാരണ അന്വേഷിക്കും. പ്രാഥമികമായിട്ട് കസ്റ്റഡി എടുത്തു, അവർ ജയിലിൽ കടന്നു. കുറച്ച് അന്വേഷിച്ചപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വെളിച്ചത്ത് വന്നപ്പോൾ അവരെ വിട്ടയച്ചു, പുതിയ ആൾക്കാരെ എടുത്തു. അപ്പോഴാണ് ജോസും കൂടി ആത്മഹത്യ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇങ്ങനൊരു പാർട്ടി പോയാൽ എവിടെ ചെന്നെത്തും നിങ്ങളുടെ കാര്യം? ഇത് കോൺഗ്രസിൻ്റെ മാത്രം ആഭ്യന്തര പ്രശ്നമാണോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? എല്ലാ പൊതുപ്രവർത്തകർക്കും കാണിക്കേണ്ടുന്ന മാന്യതയും മാതൃകാപരമായ നിലപാടുകളും ഒക്കെ എല്ലാവരും കാണിക്കേണ്ടതില്ലേ? അല്ലാണ്ട് കൊള്ളസംഘം പെരുമാറുന്ന പോലെ, ഗുണ്ടാ സംഘങ്ങൾ പരസ്പരം ഏറ്റുമുട്ടുന്ന പോലെയാണോ കാര്യങ്ങൾ ചെയ്യേണ്ടത്? അങ്ങനെ ആയിപ്പോയോ കോൺഗ്രസ്? അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അതൊരു പ്രാദേശിക പ്രശ്നം പറഞ്ഞാൽ ഒറ്റപ്പെട്ട സംഭവമാണെങ്കിൽ എടുക്കാം. NM വിജയൻ ആത്മഹത്യ ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നു. രാജേന്ദ്രൻ നായർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ KPCC, ഇതെല്ലാം നേതൃത്വമാണ്, സാധാരണ പ്രവർത്തകർ തമ്മിലുള്ള ഒരു വിഷയമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രാജേന്ദ്രൻ നായർ മരിക്കാനിടയായത്, ആത്മഹത്യനിടയായത് KPCCയുടെ സെക്രട്ടറി ആയിരുന്ന KK അബ്രഹാം. അദ്ദേഹം പിന്നീട് എത്രയോ കാലം ജയിലിൽ കിടന്നിട്ട് അടുത്ത കാലത്താണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. അദ്ദേഹം നടത്തിയിട്ടുള്ള വഞ്ചനയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വത്ത് പണയപ്പെടുത്തി 1 ലക്ഷം രൂപ അദ്ദേഹത്തിന് കൊടുത്തു, ബാക്കി 10-25 ലക്ഷം രൂപ ഇയാൾ ഏറ്റെടുത്ത് വാങ്ങി. ഇതല്ലേ കഥ? അതിനല്ലേ അർഷും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ രാജേന്ദ്രൻ നായരുടെ ആത്മഹത്യ KPCCയുടെ ഭാരവാഹിയാണ്. NM വിജയൻ്റെ ആത്മഹത്യ കോൺഗ്രസിൻ്റെ MLAയും മുൻ DCC പ്രസിഡൻറ്റും കോൺഗ്രസിൻ്റെ സമുന്നതായ നേതാക്കളിൽ ഒരാളാണ് IC ബാലകൃഷ്ണൻ കാണാൻ വേണ്ടി കഴിയും. ആ കേസിൽ ND അപ്പച്ചൻ ഉൾപ്പെടെ ആൾക്കാർ, അദ്ദേഹം മുൻ MLA ആണ്, DCC പ്രസിഡൻ്റാണ്. അപ്പോൾ സാധാരണക്കാരല്ല. ചിലപ്പോൾ നമ്മുടെ അനുഭാവികളിൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരിലൊക്കെ കുറച്ച് വ്യത്യസ്തമായി പാർട്ടിയുടെ നടപടികൾക്കൊക്കെ മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നവരുണ്ടായിരിക്കാം. അത് വേറെ. ഇവിടെ നേതൃത്വം തന്നെയാണ് ഈ കാര്യങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം എന്താ അറിയോ രജി? DCC പ്രസിഡന്റ് മുള്ളംകൊല്ലി, നിങ്ങളൊരു തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആ തെരഞ്ഞെടുപ്പിന് വേണ്ടി തന്നെ മുള്ളംകൊല്ലി പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പുകളുടെ സംഘടനാപരമായ കാര്യങ്ങൾക്ക് പോയപ്പോൾ DCC പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തു. അതെല്ലാം വലിയ വാർത്തയായിട്ട് വന്നു. കയ്യേറ്റം ചെയ്ത ആൾക്കാർ സംഘർഷം ഉണ്ടായാൽ എല്ലാവരും ആശുപത്രി കിടക്കും. കയ്യേറ്റം ചെയ്ത ആൾക്കാരെ ആശുപത്രി ചെന്ന് കിടന്നു. അവരെ ആശുപത്രി കയറി നല്ലപോലെ കൈകാര്യം ചെയ്തു. അതൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം, അതിലേക്കും ഞങ്ങൾ ഇടപെടുന്നില്ല. അതൊക്കെ വേണോ വേണ്ടോ എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ അതിനൊരു പകരം ചോദിക്കണം, അതിന് പകരം വീട്ടണം. പകരം വീട്ടാൻ കണ്ടതാണ് ഈ തങ്കച്ചനെ പിടിച്ച് ജയിലിലിട്ടത്, കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ. തങ്കച്ചൻ പുറത്ത് വന്നപ്പോൾ അതിനൊക്കെ ഇരയായ ആൾക്കാരെന്ന നിലക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രചരണം പ്രിയപ്പെട്ട ജോസിനെതിരെ ഉയർന്നു വന്നു. അദ്ദേഹം പറഞ്ഞ പോലെ കർഷകനാണ്, ബാധ്യതയുണ്ട്, മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുള്ളംകൊല്ലി മത്സരത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച ആളല്ല. ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി മത്സരിച്ച് പിന്നെ കോൺഗ്രസിൻ്റെ വാഗായി മാറി നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. കോൺഗ്രസ് തന്നെ, കോൺഗ്രസിൽ വിമതനായി ജയിച്ച് വന്നിട്ടൊരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ആളാണ് ആത്മഹത്യയ്ക്ക് ഇടയാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് കേട്ടാലറയ്ക്കാവുന്ന, അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള പ്രചരണങ്ങൾ, അതെല്ലാം അദ്ദേഹത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ നമ്മൾ രേഖയിൽ നമ്മൾ കേട്ടല്ലോ. ഇതാണ് വിഷയം. അപ്പോൾ ഇതൊരു നിസ്സാര കാര്യമായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്ന പൊതുസമൂഹം ഇവിടെ ഉണ്ട്, മാധ്യമങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. ശ്രീ സജീവൻ, താങ്കളിലേക്ക് ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് തിരുവഞ്ചൂരും പത്മജയും തമ്മിലുള്ള സംഭാഷണം, ആ ഒരു ടെലിഫോൺ സംഭാഷണം ഇന്ന് പുറത്തു വരികയുണ്ട്. അത് കേട്ട ശേഷം താങ്കളിലേക്ക് വരാം ശ്രീ സജീവൻ. സാർ ആ സണ്ണി ജോസഫ് സാർ ഒന്ന് വിളിച്ചു നോക്കി അവരോടുള്ള കാര്യം പറഞ്ഞു. ഒരു കാര്യം പറയാം, എനിക്ക് ഈ ഒളിച്ചുകൂടി ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക്. ഞാൻ രാഷ്ട്രീയത്തിൽ നോക്കിയാണ്, പക്ഷെ രാഷ്ട്രീയത്തിനകത്തെ തരികിട പണിയോടൊന്നും ഞാൻ യോജിക്കില്ല. കൂടെയുള്ളവനായാലും പറഞ്ഞ വാക്കിന് വിലയുണ്ടാകണം, നിജവും നിശ്ചയം വേണം. ഒരാളൊരു പരാതി പറഞ്ഞാൽ അത് കേൾക്കണം. നമ്മുടെ ഒരു പഴയ നിഷ്ഠയാണ്. അതില്ലാന്ന് ബോധ്യമാണെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെന്തിനാ പറഞ്ഞു വരുന്നത്? നമ്മൾ ഭക്ഷണം നടക്കുന്നതിന് AP അനിൽകുമാറും ഞാൻ കൂടെ നിർബന്ധിച്ചിട്ടാണ് 2-3 പ്രാവശ്യം നിങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഒറ്റ പ്രാവശ്യം വന്നിട്ടില്ല. വന്നിട്ടുണ്ടോ? ഇല്ല, അനിൽകുമാർ വന്നിട്ടില്ല. അനിൽകുമാർ ഒറ്റ പ്രാവശ്യമാണ് മറ്റേ MLA വീട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. ഇവിടെ കൽപ്പറ്റ MLA നിങ്ങളെ കാണുന്നുണ്ടെന്നാണ്. കൽപ്പറ്റ MLA വീട്ടിൽ നിന്ന് പ്രാവശ്യം കണ്ടു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആ DCCയുടെ പ്രശ്നം വന്നല്ലോ, അതിന് ഞാൻ പോയിട്ട് വന്ന് സംസാരിച്ച സമയത്ത് എന്നെ ചീത്ത പറയുന്ന പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചത് സമൂഹത്തിന്റെ അടിത്തട്ടിൽ വന്നവനാണ് IC, അവനെ ത്രട്ടൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അപ്പോഴും അങ്ങനെ സംസാരിച്ച എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി IC ബാലകൃഷ്ണൻ MLA ആണ് ലാസ്റ്റ് മീഡിയയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയങ്ക ഗാന്ധിനെ ഞങ്ങൾ കാണാൻ സമ്മതിക്കാത്ത സമയത്ത് വിട്ടിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ അയാളെ പേര് പറഞ്ഞത്. IC ബാലകൃഷ്ണൻ എന്നുള്ള പേര് അന്ന് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അത്രയും സംസാരിച്ചിട്ട് അന്ന് ഇയാൾ വിളിച്ച് കൽപ്പറ്റ ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി
അവിടുന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞത് സമൂഹത്തിന്റെ അടിത്തട്ടിന്ന് വന്നതാണ് IC ബാലകൃഷ്ണൻ, അവനെ ത്രെട്ടൺ ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെ സംസാരിക്കുന്ന വെച്ചാൽ ഞങ്ങൾ അച്ഛനും അനിയനും മരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ പടുകുഴിയിൽ വീഴ്ത്തിയിട്ട്, ഞാൻ ഈ കോൺഗ്രസിന് പൈസ കണ്ടിട്ടൊന്നുമല്ല ഞാൻ ജീവിക്കുന്നത്, ഞാൻ അധ്വാനിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഈ അധ്വാനിക്കുന്ന പൈസ ഈ കോൺഗ്രസ്സുകാർ തിന്നതിന് പലിശ കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇതെന്താണ് ഇവർ കാണിക്കുന്നത്? ഇതൊരു മര്യാദയില്ലേ? എന്നിട്ട് അവർ എഗ്രിമെന്റ് എഴുതിയ സാധനം അവർ നമ്മളറിയാതെ കക്കു തന്നെയത്. ഒന്ന് വിളിച്ച് KPCC അവർ കൊണ്ടുപോയിട്ട് അവർ പഠിച്ചോട്ടെ, അത് കീറി മുറിച്ച് പഠിക്കാൻ മാത്രം എന്തെങ്കിലും ഉണ്ട് അവർ പഠിക്കട്ടെ. എന്നാലും ജസ്റ്റ് ഒരു സാമാന്യ മര്യാദ അല്ലേ? നിങ്ങളെന്താ ഒരു ഫോട്ടോ കോപ്പി എടുക്കരുതെന്ന് സിദ്ദീഖ് പറഞ്ഞതുകൊണ്ട്. സിദ്ദീഖ് പറഞ്ഞ ഒരു കാര്യവും നടന്നിട്ടില്ല, പിന്നെ ഇത് മാത്രം എന്തിനാണ് നടത്താൻ ശ്രമിച്ചത്? ശ്രീ സജീവൻ, തിരുവഞ്ചൂർ പത്മജയോട് സംസാരിച്ചതാണ് നമ്മൾ കേട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കോൺഗ്രസ് നേതാക്കൾ IC ബാലകൃഷ്ണനും ND അപ്പച്ചനും നടത്തിയ വലിയൊരു തട്ടിപ്പ് അഴിമതി, അതിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിന് 2,60,00,000 രൂപയുടെ ബാധ്യത വരുന്നു. ബാധ്യത തീർക്കണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും മുഖവിലേക്ക് എടുക്കുന്നില്ല. ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുന്നു മകനെ കൊലപ്പെടുത്തിയ ശേഷം. ആ കുടുംബത്തെ ഒന്ന് കാണാൻ പോലും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും തയ്യാറാകുന്നില്ല. K. സുധാകരൻ അടക്കമുള്ളവർ, VD സതീശൻ അടക്കമുള്ളവർ ആ കുടുംബത്തെ അപമാനിക്കുകയായിരുന്നു. അതിനുശേഷമാകട്ടെ ഒരു കരാർ എഴുതി ഉണ്ടാക്കുന്നു T. സിദ്ദീഖിൻ്റെ നേതൃത്വത്തിൽ. ആ കരാർ അഭിഭാഷകനിൽ നിന്ന് വാങ്ങി ചവറ്റുകുട്ടയിലെറിയുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിന് പോലും പറയേണ്ടി വരികയാണ്, ഈ നെറികെട്ട രാഷ്ട്രീയത്തിനൊപ്പം നിലനിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. എങ്ങനെയാണ് ഒരു പാർട്ടിക്ക്, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ്, ആ വിഷയത്തിൻ്റെ അന്വേഷണം നടത്തുന്ന നേതാവിനാണ് പറയേണ്ടി വരുന്നത്, ഇങ്ങനെയുള്ള ഇടപാടിൽ എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ടി വരുന്നു. ഇതിനെ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തുക? എന്ത് പേരിട്ട് വിളിക്കും ഈ കാണിച്ചു കൊണ്ടിരിക്കുന്ന നെറികേടിനെ? ശ്രീ സജീവൻ, സജീവനിലേക്ക് തിരികെ വരാം. റജി, ഇപ്പോൾ ഈ നമ്മൾ കേട്ടതാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്, വളരെ പ്രധാനമാണ്, എനിക്ക് ഇത്തരത്തിൽ ഈ തരംതാണ പരിപാടികൾ എനിക്ക് നടത്താൻ കഴിയില്ല, ഞാൻ അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല എന്ന് തിരുവഞ്ചൂരിന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കുടുംബം, പത്മജ തന്നെ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ കാശ് വേണ്ട, നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിച്ചാൽ മതി. എങ്ങനെ കഴിയുന്നു നിങ്ങൾക്കെന്ന ചോദ്യമുണ്ടല്ലോ, അത് തിരുവഞ്ചൂർ ആ പത്മജയുടെ ചോദ്യത്തിന് മുമ്പിൽ ചൂളുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. തിരുവഞ്ചൂർ എന്ന് പറയുന്ന നിങ്ങളുടെ നേതാവ് പറഞ്ഞതാണ് ഇപ്പോൾ കേട്ടത്. ശ്രീ റജി, ആ കുടുംബത്തെ സഹായിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും കോൺഗ്രസിനുണ്ട്. അത് നിർവഹിക്കപ്പെടുമെന്നാണ് കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകരൊക്കെ തന്നെ വിശ്വസിക്കുന്നത്. ആ ഒരു സെൻറ്റിമെൻറ്റ്, ആ ഒരു വൈകാരികമായിട്ടുള്ള ആ ഒരു അടുപ്പം അദ്ദേഹം പ്രകടിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലൂടെ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ദീർഘകാലം കോൺഗ്രസിൻ്റെ നേതാവായി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള നടപടികളും കോൺഗ്രസ് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പ്രാദേശികമായിട്ട് ആ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഏതെങ്കിലും തരത്തിൽ ഒരു മുൾമുനയിൽ നിർത്തി വിമർശിക്കുവാൻ കിട്ടുന്ന ഒരു സാഹചര്യവും രാഷ്ട്രീയ എതിരാളികൾ അത് കൈയൊഴിയില്ല. അത് അവരെ പരമാവധി യൂസ് ചെയ്യപ്പെടും, ഒരു സംശയവുമില്ല കാര്യത്തിൽ. ഇപ്പോൾ ബഹുമാന്യനായ CK ശശീന്ദ്രൻ അദ്ദേഹം പറയുകയുണ്ടായി തങ്കച്ചൻ്റെ വിഷയം പുൽപ്പള്ളിയിലെ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ ജോസിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചത് തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹം 17 ദിവസം നിരപരാധിയായി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വന്നു. ഇവിടുത്തെ കൽപ്പറ്റയിലെ അല്ലെങ്കിൽ വയനാട്ടിലെ പോലീസ് എന്തുകൊണ്ട് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തിയില്ല? തങ്കച്ചൻ്റെ വീട് വളപ്പിനുള്ളിൽ അദ്ദേഹം പറഞ്ഞു കാറിനകത്തുനിന്ന്, കാറിൻ്റെ എവിടെയാണ് കാർ പോർച്ചിൽ ഈ പറഞ്ഞ മയക്കുമരുന്നും ഒക്കെ കണ്ടെത്തിയ സംഭവം സംബന്ധിച്ച് എന്തുകൊണ്ട് യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് പിടികൂടുന്നില്ല? അതിൻ്റെ വിക്ടിമല്ലേ യഥാർത്ഥത്തിൽ ഈ ജോസ് മരണത്തിലേക്ക് പോകേണ്ടി വന്നത്? അപ്പോൾ ഇവിടെ പോലീസല്ലേ യഥാർത്ഥത്തിൽ അക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടത്? പോലീസിനെ കുറ്റപ്പെടുത്തുന്നത് ഒരാളിനെ കള്ളക്കേസിൽ ഒരാളിനെ കള്ളക്കേസിൽ കുറ്റവാളികളെ ഒരു മനുഷ്യനെ പിടിച്ചകത്തിടുകയാണ്. അത് പോലീസ് അന്വേഷിക്കുന്നു, പോലീസ് അന്വേഷണം നടത്തുന്നു. പോലീസ് അന്വേഷണം നടത്തിയപ്പോഴാണ് കണ്ടുപിടിക്കുന്നത് ഇയാൾ നിരപരാധിയാണ്. അയാൾ അകത്തിടുന്നതിന് കാരണക്കാരായ നിരവധി പേരുണ്ട്. അവിടെ കൊണ്ടുവച്ചത് ആരാണ്? പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോലീസിന് രണ്ടെണ്ണം പിന്നാലെ വരുന്നുണ്ട്. ശ്രീ റജി, ആരൊക്കെയാണ് കുടുങ്ങാൻ പോകുന്നതെന്ന് കാണാനിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് രാഷ്ട്രീയ എതിരാളികൾ. ശ്രീ റജി, താങ്കൾ പറഞ്ഞല്ലോ നേരത്തെ രാഷ്ട്രീയ എതിരാളികൾ ഇത് ഉപയോഗപ്പെടുത്തുകയാണ്. ഈ വിവരങ്ങൾ ആരാണ്? രാഷ്ട്രീയ എതിരാളികളാണോ ഈ വിഷയം ഉണ്ടാക്കിയത്? ആരാണ് തങ്കച്ചനെ അകത്തിട്ടത്? ആരാണ് ജോസ് ആത്മഹത്യയിലേക്ക് പോകുന്നത്?
പോകുന്നതിന് കാരണക്കാരായത്? ആരാണ് ജോൺ ആത്മഹത്യക്ക് ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചത്? ആരാണ് എൻ എം വിജയന്റെ ആത്മഹത്യക്ക് കാരണക്കാരായത്? ആരാണ് എൻ എം വിജയൻ മകനെ കൊലപ്പെടുത്തുന്നതിന് കാരണക്കാരനായത്? ആരാണ് പത്മജ ആത്മഹത്യാ ശ്രമത്തിന് കാരണക്കാരായത്? എതിർ രാഷ്ട്രീയക്കാരാണോ ശ്രീ റജി? ശ്രീ സജു, നോക്കൂ, ഇവിടെ 17 ദിവസം ഒരു നിരപരാധി ജയിലിൽ കിടക്കാനിടയായ സാഹചര്യം സൃഷ്ടിച്ചതാരാണ്? അവിടെ പ്രാദേശികമായിട്ടുള്ള ചില ചേരിപ്പോരുകൾ നിലനിൽക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും നിരപരാധിയെ എനിക്ക് അത്ഭുതം വരികയാണ്. താങ്കൾ വീണ്ടും ചോദിക്കുകയാണ് ഈ 17 ദിവസം ഇത് ആരോടാണ് ചോദിക്കേണ്ടുള്ളത്? താങ്കൾ താങ്കളുടെ പാർട്ടി നേതാക്കളോടാണ് ചോദിക്കേണ്ടത്. 17 ദിവസം എങ്ങനെയാണ് തങ്കച്ചൻ അകത്ത് കിടന്നത്? ആ നിരപരാധി എന്തുകൊണ്ട് അകത്ത് പോയി? ആരാണ് കാരണക്കാർ? ചോദിക്കേണ്ടത് പൊതുസമൂഹത്തോടല്ല, താങ്കളുടെ പാർട്ടിക്കാരോടാണ്. ശ്രീ ശശീന്ദ്രൻ ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് 17 ദിവസം അകത്ത് കിടക്കാൻ കാരണക്കാരായതാണ്. ശ്രീ ശശീന്ദ്രൻ, താങ്കൾക്ക് ഒരു വിഷയം മറുപടി പറയാം. ഈ സംഭവത്തിലെ കുറ്റക്കാരാരാണ്? കുറ്റക്കാരെ എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? റജി വീണെടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിക്കുമല്ലോ. രജി അങ്ങനെയല്ല. രജി, നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ്. പ്രിയപ്പെട്ട രജി, അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഒരു പോലീസിന് എന്തെല്ലാം രഹസ്യ വിവരങ്ങൾ കിട്ടുന്നുണ്ട്? പലതും രാജ്യത്തിലെ പല ആൾക്കാരും കൊടുക്കുന്ന വിവരം അനുസരിച്ച് അവരന്വേഷിക്കുകയാണ്. പോലീസിനൊരു വിവരം കിട്ടി, ഇന്നാളുടെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും അതുപോലെ തന്നെ വിദേശമദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത്. ആ വിവരം അന്വേഷിച്ച് പോലീസ് സ്വാഭാവികമായിട്ട് ആ വീട്ടിലേക്കാണ് ആദ്യം പോവുക. പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അയാളുടെ ആ വീട്ടിൽ നിന്ന് കിട്ടിയ ആ വീട്ടിലെ ഉടമസ്ഥൻ സ്വാഭാവികമായിട്ട് കേസിലെ പ്രതിയാവും. അത് സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയല്ലേ? അവരെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ട് ഇത്തരം കേസായതുകൊണ്ട് ജാമ്യം ഇല്ലാത്ത നോൺ ബെയിലബിൾ കേസാണ്. അദ്ദേഹം ജയിലിൽ പോകുന്നു. പിന്നീട് പോലീസിൻ്റെ അന്വേഷണത്തിലാണ് ഇദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലാക്കി വരുന്നത്. ആ സന്ദർഭത്തിൽ തന്നെ പോലീസ് കോടതിയിലെ മുമ്പാകെ റിപ്പോർട്ട് കൊടുത്ത് അദ്ദേഹത്തെ മോചിപ്പിക്കുകയാണ്. ആ തങ്കച്ചനില്ലാത്ത ഒരു ആക്ഷേപം എന്തിനാണ് രജി ഏറ്റുപിടിക്കുന്നത്? തങ്കച്ചൻ പറഞ്ഞിരിക്കുന്നത്, തങ്കച്ചൻ്റെ ഭാര്യയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഈ കോൺഗ്രസ്സുകാരാണ് ഞങ്ങളെ കുടുക്കിയിരിക്കുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു കൊടുംചതി ചെയ്യുന്നത്, ഇങ്ങനൊരു വഞ്ചന ഞങ്ങളോട് കാണിക്കുന്നു പറയുന്നില്ല. എൻ്റെ കുടുംബം അല്ലെങ്കിൽ തങ്കച്ചൻ്റെ കുടുംബം പറയുന്നത് തങ്കച്ചൻ വാർഡ് പ്രസിഡൻ്റാണ്. അവരല്ലേ പറയുന്നത്. അവർക്ക് രാഷ്ട്രീയ എതിരാളികളെക്കുറിച്ച് പരാതിയില്ലല്ലോ, പോലീസിനെ കുറിച്ച് പരാതിയില്ലല്ലോ. പോലീസ് എടുത്ത നടപടിയുടെ ഭാഗമായിട്ടാണല്ലോ കേസിൽ അദ്ദേഹത്തെ വിട്ടയച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ യഥാർത്ഥ വസ്തുതയിൽ നിന്ന് കാര്യങ്ങളെ വളച്ചൊടിച്ച് കോൺഗ്രസിനെയും കോൺഗ്രസിലെ വേട്ടക്കാരെ സംരക്ഷിക്കാൻ, കോൺഗ്രസിനെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ കോൺഗ്രസിലെ പുഴുക്കുത്തുകളെ, തെറ്റായ നടപടികൾ സ്വീകരിക്കുന്നവരെ സംരക്ഷിക്കാൻ നിങ്ങളെന്തിനാ പോലീസിനെ പഴിചാരുന്നത്? പോലീസല്ല അതിൻ്റെ ഉത്തരവാദി. പോലീസിലേക്ക് ഫോൺ സന്ദേശം വന്നു. ആ ഫോൺ സന്ദേശം അനുസരിച്ചുകൊണ്ട് പോയി അവിടെ പോയാൽ ഇതൊക്കെ വസ്തുതകൾ ശരിയാണ്. പിന്നീടാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തെ കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി DCC പ്രസിഡന്റിന് വേണ്ടി കള്ളക്കേസിൽ കൊടുക്കാൻ വേണ്ടി DCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട് എതിർ ഗ്രൂപ്പുകാരനാണ് ഇദ്ദേഹം എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹം ജയിലിൽ കിടക്കട്ടെ എന്ന രീതിയിലേക്കല്ലേ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത്. അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് യോജിച്ച പ്രവർത്തന രീതിയാണോ? അങ്ങനെയാണോ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കേണ്ടത്? അല്ലല്ലോ. അതിനെ ആ ധാർമ്മിക വശം, ശരിയായ വശം രജി എന്തിനാണ് മറച്ചു വെക്കുന്നത്? അവിടെയാണ് വിഷയം. ഇവിടുത്തെ വയനാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ MLAക്ക് ആ വീട്ടിൽ പോകാൻ കഴിയുന്നില്ല. അങ്ങനെയുണ്ടൊരവസ്ഥ. മരിച്ചുപോയ ജോസഫ് എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ പോകാൻ MLAക്ക് കഴിയുന്നില്ല. കൽപ്പറ്റ MLA അങ്ങോട്ട് പോയില്ല. കേരളത്തിൻ്റെ മന്ത്രിയായിട്ടുള്ള OR കേളു ആ വീട്ടിൽ പോയി. നിങ്ങളുടെ MP പോകുന്നില്ല. റിജി അത് മനസ്സിലാക്കുക. MP ഇവിടെ ജില്ലയിലുണ്ട്. വല്ലപ്പോഴേ ജില്ലയിൽ വരാറുള്ളൂ, പോട്ടെ. ഈ സന്ദർഭത്തിൽ ജില്ലയിലുണ്ട് MP അവിടെ പോകുന്നില്ലല്ലോ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ MPക്ക് വേണ്ടിയിട്ട് എല്ലാ പ്രവർത്തനവും നടത്തിയ ആളല്ലേ മരിച്ചുപോയ ജോസേട്ടൻ, പഞ്ചായത്ത് മെമ്പർ നിലക്ക്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകാനുള്ള സാമാന്യ മര്യാദയല്ലേ അത്? ദേശീയ നേതാവായതുകൊണ്ട് അങ്ങനെയൊന്നും പോകണ്ട എന്നാണ് അങ്ങനെ ഒരു വാദം കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. എത്ര ആൾ മരിക്കുന്നു? UDFകാരോട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര ആൾ മരിക്കുന്ന വീട്ടിലൊക്കെ MPക്ക് പോകാൻ കഴിയുമോ? ഇല്ല, മരിക്കുന്ന വീട്ടിലൊന്നും MPക്ക് പോകാൻ കഴിയില്ല. ഞങ്ങൾക്കറിയാം, ഞങ്ങളങ്ങനെ പറയുന്നുമില്ല. പക്ഷേ ജില്ലയിലുണ്ടായിരിക്കെ നിങ്ങളുടെ ഒരു പഞ്ചായത്ത് മെമ്പർ ആത്മഹത്യ ചെയ്തു മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ചടങ്ങിൽ, അവസാനത്തെ ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുന്ന മാനുഷികമായൊരു നിലപാട് സ്ഥലത്തെ MP, അവർ ദേശീയ നേതാവിനപ്പുറത്തേക്ക് സ്ഥലത്തെ MP ആണ്. ആ MPക്ക് പോകുന്നില്ല. അപ്പോൾ ആരുടെ കൂടിയാണ്? ഇതാണ് വിഷയം. നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം ഇതാണ്. MP വേട്ടക്കാരുടെ കൂടിയാണ്, MLA വേട്ടക്കാരുടെ കൂടിയാണ്. ഒരുപക്ഷെ ബി റജി പറയേണ്ടതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന്. എന്ത് OR കേളുവിന് ആ വീട്ടിൽ പോകാൻ കഴിയും, MP ജയരാജന് പോകാൻ കഴിയും, ഗോവിന്ദൻ മാസ്റ്റർക്ക് പോകാൻ കഴിയും, നിങ്ങളുടെ MPക്ക്, നിങ്ങളുടെ MLAക്ക്, നിങ്ങളുടെ DCC അധ്യക്ഷന് പോകാൻ പറ്റാത്തത് എന്താണ് റജി?
ായ സി കെ ശശീന്ദ്രൻ അദ്ദേഹത്തിനോടുള്ള എല്ലാ ബഹുമാനവും ചേർത്തുകൊണ്ട് പറയട്ടെ, ഇവിടെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തുന്നതിൻ്റെ ബാധ്യത അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? പോലീസ് ഭരണത്തെ നിയന്ത്രിക്കുന്നത് CPM അല്ലേ? CPM അല്ലേ സംസ്ഥാനത്ത് എന്താണ് ഹോം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലപ്പത്തുള്ളത്? ബഹുമാന്യനായ മുഖ്യമന്ത്രിയല്ലേ? ഇവിടെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ നമ്മൾ പരസ്പരം പഴിചാരി അത് പ്രാദേശികമായി ഒരു മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കാതെ എന്തുകൊണ്ട് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട യഥാർത്ഥ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല? ഭരണം ആഭ്യന്തരത്തിന്റെ തലപ്പത്തുള്ളത് കോൺഗ്രസ്സുകാരല്ലോ. വളരെ ലളിതമായൊരു ചോദ്യം. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു മെമ്പർ മരിച്ച വീട്ടിലേക്ക് MP അവിടെ ഉണ്ടായിരുന്നിട്ട് പോകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് MLAക്ക് പോകാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് DCC അധ്യക്ഷന് പോകാൻ പറ്റുന്നില്ല? വളരെ ലളിതമാണ് ചോദ്യം. നോക്കൂ, അത് പ്രാദേശികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള യോജിപ്പില്ലായ്മ ഒരുപക്ഷെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു വിവരം എനിക്ക് പറയാൻ കഴിയില്ല. അവിടുത്തെ DCC പ്രസിഡന്റിനോട് ഇക്കാര്യം ചോദിക്കുന്നതായിരിക്കും ഉചിതമെന്ന് എനിക്ക് തോന്നുന്നു. ശരി, താങ്കളുടെ വാദം ശരിയാണ്. ശ്രീ സജീവൻ, താങ്കൾ കേട്ടിട്ടുണ്ടാകും, ഇപ്പോൾ റജി പറഞ്ഞ വാദമുഖങ്ങൾ താങ്കൾ കേട്ടിട്ടുണ്ടാകാം. അതോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ കേട്ടതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പത്മജയോട് സംസാരിച്ചതും. തിരുവഞ്ചൂർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാവാണ്, മുൻ മന്ത്രിയാണ്, ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്ന വ്യക്തിയാണ്. അദ്ദേഹം തന്നെ പറയുകയാണ് പത്മജയോട്, ഇത്തരത്തിലുള്ള ഏർപ്പാട്, ഈ നെറികെട്ട ഏർപ്പാട് എനിക്ക് പറ്റില്ല എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. ആരെയൊക്കെയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്? ആ കുടുംബത്തെ, പത്മജയെ, മരുമകളെ, അതോടൊപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ അടക്കം പറ്റിക്കുകയാണ്. ഒരു വലിയ മാഫിയ സംഘം കോൺഗ്രസിലുണ്ട്. അത് അങ്ങേ തലയ്ക്കൽ മുതൽ ഇങ്ങേ വയനാട് വരെ, KPCC മുതൽ അല്ലാതെ AICC മുതൽ KPCC മുതൽ വയനാട് DCC വരെ നീണ്ടു നടക്കുന്ന ഒരു വലിയ സംഘമുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരുന്നില്ലേ നമുക്ക്? ഏറ്റവും കഷ്ടമെന്ന് പറയേണ്ട ഒരു കാര്യം ഇതിനേക്ക് ന്യായീകരിക്കുന്ന രീതി, അതായത് ഇതിനെ വളരെ ലഘുവായിട്ട് കാണുന്ന ഒരു കോൺഗ്രസ്സുകാരുടെ മനോഭാവമാണ്. ഞാനിവിടെ റജിയോട് പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. കോടാനുകോടി ജനങ്ങളുള്ള അംഗങ്ങളുള്ള ഒരു പാർട്ടിയിൽ ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്നും ഊതി വീർപ്പിക്കരുതെന്നാണ് പറഞ്ഞത്. ഈ മണ്ഡലം, വയനാട് മണ്ഡലം, ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ മണ്ഡലമാണ്. 5 വർഷത്തിലേറെ കാലം രാഹുൽ ഗാന്ധിയും പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയും പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെയാണ് തുടർച്ചയായിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിൽ ഉള്ള ആത്മഹത്യ. അപ്പം വിജയനും മകനും മരിക്കുന്നത് ഈ കാർഷിക കടത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. ഏതെങ്കിലും ബാങ്കിൽ നിന്ന് വീട് വെക്കാൻ വായ്പ എടുത്തിട്ട് അത് അടയ്ക്കാൻ പറ്റാതെ അല്ലല്ലോ. കച്ചവടം തുടങ്ങിയിട്ട് കച്ചവടം നഷ്ടത്തിൽ വന്നിട്ട് ഉണ്ടായതല്ലല്ലോ. ഇത് മുഴുവൻ വിജയനെ ഉപാധിയാക്കിയിട്ട് നടത്തിയ വെട്ടിപ്പിന്റെ പ്രശ്നമാണ്. ആ പണം തിരിച്ചടയ്ക്കണം എന്ന് പറഞ്ഞ ഈ നേതാക്കന്മാരെ, വെട്ടിപ്പ് നടത്തിയ നേതാക്കന്മാരെ സമീപിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്ന് കണ്ടിട്ട് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റിന് കത്ത് കൊടുത്തു, പ്രതിപക്ഷ നേതാവിന് കത്ത് കൊടുത്തു. അവരൊക്കെ അക്കാലത്ത് നടത്തിയിട്ടുള്ള പ്രതികരണം എന്താണെന്ന് നമുക്കറിയാം. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. സത്യത്തിൽ വിജയൻ അന്ന് ആത്മഹത്യാ കുറിപ്പാണ് അയച്ചിട്ടുള്ളത് ഇവർക്ക്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇപ്പോഴും വിജയന് കുറച്ച് ലക്ഷങ്ങൾ കൊടുത്തതിന്റെ കഥ പറയുന്നു. പക്ഷേ ആ കുടുംബത്തിലെ ഒരു അംഗം കൂടി ആത്മഹത്യക്ക് ശ്രമിച്ചു. അവർ മരിച്ചില്ല, ഭാഗ്യവശാൽ മരിച്ചില്ല. ആ ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്തുകൊണ്ടാണ്? പണത്തിന്റെ അത്യാർത്തി മൂലമാണോ? നമ്മളത് നോക്കണമല്ലോ. പണത്തിന്റെ അത്യാർത്തിയല്ലല്ലോ, അവർക്ക് താങ്ങാനാവാത്ത ബാധ്യതകൾ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് വേറെ ആരുമില്ലല്ലോ, ഈ കോൺഗ്രസിലെ അഴിമതിക്കാരായിട്ടുള്ള ആളുകളാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കഴിയില്ല, മാന്യതയുള്ള ഒരു നേതാവിനും കഴിയില്ല. പക്ഷെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പല നേതാക്കന്മാരും. അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തു. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സണ്ണിയുടെ ഒരു പ്രതികരണം ഇന്ന് മാധ്യമങ്ങളിലൊക്കെ വന്നതാണല്ലോ. അദ്ദേഹം പറഞ്ഞത് എല്ലാവർക്കും എല്ലാം കൊടുക്കാനൊന്നും പറ്റില്ല, മുഴുവൻ ബാധ്യതകൾ തീർക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ്. ഈ വിജയൻ സ്വന്തം നിലയ്ക്കുണ്ടാക്കിയ ബാധ്യതയാണോ? അത് നോക്കണമല്ലോ. ഇപ്പൊ ജോസിന്റെ ഭരണത്തിലാണെങ്കിൽ പോലും നോക്കൂ, ഓരോ കാര്യത്തിലും ഒരു നേതാവിനെ, ഒരു പ്രാദേശിക നേതാവിനെ എന്താണ് ഈ മദ്യക്കേസിൽ കുടുക്കിയിട്ട് ജയിലിൽ അടപ്പിക്കുക, വേറൊരാൾ ആത്മഹത്യയിലേക്ക് പോകുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അത്ഭുതം. മാത്രമല്ല, ആ പ്രദേശത്തെ, ആ മണ്ഡലത്തിലെ MP ഈ കാര്യത്തിൽ
എന്ത് ചെയ്തു, എന്ത് പ്രതികരണമാണ് അവർ നടത്തിയിട്ടുള്ളത്? അവര് ഈ കുടുംബത്തിന് വേണ്ടി ഒന്ന് മനസ്സിരുത്തി വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. വിജയന്റെ ആത്മഹത്യക്ക് ശേഷമാണെങ്കിൽ പോലും ആ പ്രശ്നം പരിഹരിക്കാൻ ആ പ്രദേശത്തെ MP-ക്ക് ബാധ്യതയില്ലേ? അവർ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവില്ലേ? ഇപ്പോഴൊരു ഒരു ഒരു കോൺഗ്രസ് കുടുംബത്തിലെ സ്ത്രീ, ഒരു യുവതി, അവര് ആത്മഹത്യാ ശ്രമം നടത്തിയിട്ട് സ്ത്രീ ആയിരിക്കുന്ന അവിടുത്തെ ജനപ്രതിനിധി എന്ത് ചെയ്യുന്നു? എന്നിട്ട് നമ്മളിത് പറയുന്നു, കോടാനുകോടി ആളുകളുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ പാടില്ല. രാഷ്ട്രീയ മുതലെടുപ്പ് അല്ല പ്രശ്നം. ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആരെങ്കിലും ശ്രമിക്കുന്ന കാര്യമേ അല്ല. ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനത്തിൽ എതിർ പാർട്ടിക്കാർക്ക് എതിരെ എന്തെങ്കിലും കൊണ്ടുവന്ന് അവരെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞാൽ പോലും വേണമെങ്കിൽ നമുക്കത് രാഷ്ട്രീയം കാണാം. ഇതിൽ വിജയൻ ആത്മഹത്യ ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും പാർട്ടിക്കാരുടെ പ്രശ്നം കൊണ്ടല്ലല്ലോ. അദ്ദേഹം കൃത്യമായിട്ട് ആരെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഈ കത്തുകൾ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു അന്നത്തെ KPC പ്രസിഡന്റ് ഞാൻ വായിച്ചിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടിയെ കുറിച്ച് പറഞ്ഞപ്പോ വേറൊരു തരത്തിലാണ് പ്രതികരിച്ചിട്ടുള്ളത്. KPC പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അതിനേക്കാൾ വിചിത്രമായ തമാശയായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു. അതിനുശേഷവും വിജയന്റെയും മകന്റെയും മരണത്തിന് ശേഷവും അവിടെ ആത്മഹത്യകൾ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? പാർട്ടിക്കകത്ത പ്രശ്നമാണ്. ഈ പാർട്ടിക്കകത്ത പ്രശ്നം നിൽക്കുമ്പോൾ അതിനെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനിടയിൽ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോയിട്ട് ആളുകൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് വളരെ ഗുരുതരമാണ്. കോൺഗ്രസിനെ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് ഇത്രയും തരത്തിലുള്ള ചതി. ഒപ്പം നിൽക്കുന്ന ആളുകളെ ചതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്, അതിനെ തള്ളി പറയാൻ ആദ്യം കോൺഗ്രസ്സുകാർ ശ്രമിക്കേണ്ടത്, അതല്ലാതെ ഇതിനെ ന്യായീകരിക്കാനല്ല. ഈ സജീവൻ ഒരു കാര്യം ആലോചിച്ച് നോക്കണം. ഈ 10 വർഷം ഈ കോൺഗ്രസ് UDF 10 വർഷമായി അധികാരത്തിലില്ല. ഈ അധികാരത്തിലില്ലാതെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടാണ് ഈ പണികളൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. അനധികൃത നിയമനങ്ങൾ, സഹകരണ ബാങ്കിലടക്കം നിയമന തട്ടിപ്പ് നടത്തുന്നത്, അതുപോലെ സഹകരണ ബാങ്കുകളിലെ ഫണ്ടുകൾ അടിച്ചുമാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അത് നമ്മൾ വേറൊരു വിഷയമായതുകൊണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA, അദ്ദേഹത്തിൻ്റെ പാർട്ടിയല്ല ഭരിക്കുന്നത്. കോൺഗ്രസ് 10 വർഷമായിട്ട് പുറത്താണ്. ഇവരാണ് ഇനിയിപ്പോൾ പറയുന്നത്. റജി ഇവിടെ എന്ന് പറയുന്നത് കേട്ടില്ലേ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നേരിടാൻ പോവുകയാണ്. എന്തോ ആത്മവിശ്വാസമുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ടാണ് ഇവർ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്? 10 വർഷമായി പ്രതിപക്ഷത്ത് ഇരുന്നപ്പോൾ ഉള്ള കാര്യം നമുക്കറിയാം, അതിനു മുമ്പ് അധികാരത്തിലിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ നമുക്കറിയാം. ഇനി എന്ത് പറഞ്ഞാണ് ശ്രീ സജീവൻ ഇവർ ഈ വോട്ട് തേടാൻ പോകുന്നത്? വലിയ ആത്മവിശ്വാസത്തിലാണ് റജി നേരത്തെ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടാകുന്ന ചില രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില പ്രകടനങ്ങളാണ്, പ്രതികരണങ്ങളാണെന്നുള്ളത്. ഹലോ, ശ്രീ സജീവൻ എന്നോടാണോ? അതെ അതെ ചോദ്യം കൃത്യമായി കേട്ടില്ല. അതായത് ഈ കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസ് UDF അധികാരത്തിലില്ലല്ലോ. ഈ 10 വർഷത്തിനിടെയാണ് ഇവർ അധികാരത്തിലില്ലാതിരുന്നിട്ട് പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ, നിയമന തട്ടിപ്പുകൾ അടക്കം നടത്തുകയും 5 പേരെ കൊലക്ക് കൊടുക്കുകയും ചെയ്തത്. ആ ധൈര്യത്തിലായിരിക്കണം ഇവർ ഇനിയിപ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കാൻ പോകുന്നത്. അതേ ഒരു ആർജവവും ഒരു ആത്മവിശ്വാസവുമാണ് റജി നേരത്തെ പ്രകടിപ്പിച്ചത്. ഇതാണ് ശരിക്കുമുള്ള യോഗ്യതയെന്ന്. അല്ല, ഇത് ഏറ്റവും വലിയ പ്രശ്നം. 10 വർഷക്കാലമായിട്ട് ഭരണത്തിൽ ഇല്ലാഞ്ഞിട്ട് പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള അവരുടെ ഒരു ധൈര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് ഓരോ നോക്കൂ, വളരെ കൃത്യമായ രൂപത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്നു, പാർട്ടിയെ വഞ്ചിക്കുന്നു, പാർട്ടി പ്രവർത്തകരെ വഞ്ചിക്കുന്നു, പാർട്ടിയുടെ നേതാക്കന്മാരെ പോലും വഞ്ചിക്കുന്നു. മൊത്തമായിട്ട് വഞ്ചിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ എന്നിട്ട് പോലും ഈ ജനങ്ങളുടെ മുമ്പാകെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ് വയനാട്ടിലെ നേതാക്കന്മാർക്ക് ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് ആണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആണെങ്കിലും ജനങ്ങളുടെ മുമ്പാകെ എങ്ങനെയാണ് പോകാൻ പറ്റുക? ഇത്തരം പ്രശ്നങ്ങളിൽ നിങ്ങൾ IC ബാലകൃഷ്ണൻ അവിടെ MLA ആണല്ലോ. ഇങ്ങനെയുള്ള ആളുകളൊക്കെ ജനങ്ങളുടെ മുമ്പാകെ ചെല്ലുമ്പോൾ എന്ത് പറയും? അടുത്ത തവണത്തെ തെരഞ്ഞെടുപ്പിൽ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച ആളുകളാണ് എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ഓരോന്നിനും ഇപ്പൊ ഇതിൽ ഈ ഇവർ പറയുന്ന ഓരോന്നും അന്ന് വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ് പോലെ തന്നെയാണ് ഇവിടെ അദ്ദേഹത്തിന്റെ മരുമകൾ എഴുതിയിട്ട് ആത്മഹത്യാക്കുറിപ്പ്. അവർ മരിച്ചില്ല, എന്നാൽ അങ്ങനെയുള്ള ഒരു കുറിപ്പ് എഴുതി വെക്കുന്നു. അവിടെ പറയുന്നത് വേറെ ആരുമില്ല, കോൺഗ്രസിന്റെ വഞ്ചനയെ കുറിച്ചാണ്, കോൺഗ്രസ് നേതാക്കന്മാരുടെ വഞ്ചനയെ കുറിച്ചാണ്. ഇതെല്ലാം ജനം കേൾക്കില്ലേ? ഇതൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വേറെ ആരെങ്കിലും കൊണ്ടുവന്നാന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ദേശീയ നേതൃത്വം ചെയ്യേണ്ടത്, കാരണം അവരുടെ മണ്ഡലമാണ്,
പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമാണ്. അവിടെ ഇത്തരത്തിലൊക്കെ കാര്യങ്ങൾ നടത്തിയിട്ട് ഒരു പ്രശ്നവുമില്ല. അത്തരക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല. ഈ നഷ്ടപ്പെട്ട ആളുകള്, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ നഷ്ടപ്പെട്ടു, സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി നേരിടുന്ന ആളുകളെ അവരെ അവസാനം കൂക്കി വിളിക്കുന്ന രൂപത്തിൽ, അവരെ അപഹസിക്കുന്ന രൂപത്തിൽ നേതാക്കന്മാർ പ്രതികരിക്കുമ്പോൾ അത് പാടില്ല എന്നെങ്കിലും പറയേണ്ടല്ലേ? അതൊക്കെ പറയാതെ എങ്ങനെയാണ് ഇവർ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്നാണ് എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നുന്നത്. ശരി, സി കെ ശശീന്ദ്രൻ, ഒരുപക്ഷെ നേരത്തെ സജീവൻ ചൂണ്ടിക്കാട്ടിയതാണ് ഈ ഒരു കത്ത്. ആ കത്ത് എവിടെയെന്ന് അന്നത്തെ കെ സുധാകരൻ, കെ പി സി അധ്യക്ഷൻ ചോദിച്ചതാണ്. സമാനമായ ഒരു പ്രതികരണമാണ് ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ, എൻ എം വിജയൻ്റെ കുടുംബത്തിന് നൽകുന്ന സഹായത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഏത് എൻ എം വിജയൻ എന്ന് ചോദിച്ച പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടതാണ്. ശ്രീ സജീവൻ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇതിനെ കറക്റ്റ് ചെയ്യേണ്ട ഒരു ദേശീയ നേതൃത്വമുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചാണ്, ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നു. കോൺഗ്രസ്, സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആ പാർട്ടി നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇത്തരത്തിൽ തട്ടിപ്പുകൾ, വെട്ടിപ്പുകൾ നടത്തുന്നതാണ് ഈ പാർട്ടിയുടെ രീതി. അതിനൊപ്പം നിൽക്കാത്തവർ ആത്മഹത്യയിലേക്ക് പോകണം. അതുതന്നെയല്ലേ ആ പാർട്ടിയുടെ ദേശീയ നേതൃത്വം കൂടി ഈ സന്ദേശം നൽകുന്നത്? വിജയൻ ആത്മഹത്യ ചെയ്ത സന്ദർഭത്തിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് ഇടപെടാൻ ഒരവസരം ഉണ്ടായിരുന്നു. ദേശീയ നേതാക്കളായിരുന്നു വയനാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നത്. അന്ന് വളരെ വൈകിയാണ് വന്ന് കണ്ടത്, പക്ഷേ ഇടപെട്ടില്ല അവർ. പിന്നീട് കാണാനും സമ്മതിച്ചില്ല. അവർ വയനാട്ടിൽ വരുമ്പോൾ, എം പി വയനാട്ടിൽ വരുമ്പോൾ അവർ താമസിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ആഡംബര ഹോട്ടലായ താജ് ഹോട്ടലാണ്. വേറെ എവിടെയും അവർ താമസിക്കുന്നത് കാണുന്നില്ല. താജ് ഹോട്ടലാണ് എന്നും ഒന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആഡംബരപരമായി ഒരു രീതിയാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്ന്. മറ്റൊന്ന്, അവർക്ക് ഉത്തരവാദിത്വമുണ്ടല്ലോ. എല്ലാ അർത്ഥം സംഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്, ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. തൻ്റെ മണ്ഡലത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ അങ്ങേയറ്റത്തെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നവരും കുതികാൽ വെട്ടുന്നവരും പരസ്പരം ഒറ്റുകൊടുക്കുന്നവരും വഞ്ചനാപരമായ നിലപാട് സ്വീകരിക്കുന്നവരുമാണ് എന്ന് മനസ്സിലാക്കിയാൽ ആ നേതൃത്വത്തിന് പകരം പുതിയ നേതൃത്വത്തെ കണ്ടെത്താനോ ഒക്കെ ഉള്ള ഉത്തരവാദിത്വം അവരാണ് ചെയ്യേണ്ടത്. എന്ത് ചെയ്യണമെന്നൊക്കെ അവരാണ് ആലോചിക്കേണ്ടത്. അതിൻ്റെ സംഘടനാ കാര്യങ്ങൾക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ എം പി ആരെ കൂടെ നിൽക്കണം? ആ ചോദ്യം ഞാൻ വീണ്ടും ഉന്നയിക്കുകയാണ് പ്രിയപ്പെട്ട റെജിയോട്. ഈ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, ഈ കൈരളിയുടെ ഈ ഇത് കേൾക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, എം പി ആരെ കൂടിയാണ് നിൽക്കേണ്ടത്? വേട്ടക്കാരോടൊപ്പം നിൽക്കണോ, ഇരകളുടെ നിൽക്കണോ? വേട്ടക്കാരോടൊപ്പമാണ് അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇരകളെ കാണാനേ പോകുന്നില്ല. നേരത്തെ ഇവിടെ പ്രിയപ്പെട്ട സജീവൻ സൂചിപ്പിച്ചതുപോലെ ഒരു വനിതയാണല്ലോ പത്മജ. അവരൊരു വീട്ടമ്മയാണ്, വിജയേട്ടൻ്റെ മരുമകളാണ്. അവർ ആ കുടുംബത്തെ പോറ്റാൻ എന്തുമാത്രം പ്രയാസപ്പെടുന്നു നിങ്ങൾക്ക് മനസ്സിലാവില്ല. അവരുടെ ഭർത്താവ് വിജേഷ് സ്ട്രോക്ക് വന്ന് ആശുപത്രിയിൽ കിടക്കുകയാണ്, പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ പോറ്റണം. അതിനിടയ്ക്ക് അച്ഛൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കടബാധ്യതയുള്ളവർ വീട്ടിലേക്ക് വരികയാണ്. എങ്ങനെ അവർക്ക് ജീവിക്കാൻ കഴിയും? അവിടെയാണ് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ കൽപ്പറ്റ MLA ടി സിദ്ദിഖ് പറഞ്ഞത്, ഞങ്ങൾ കൊടുത്ത പണം കൊണ്ടാണ് അവർ പുതിയ കടകളും മറ്റും ആരംഭിച്ചിരിക്കുന്നതെന്ന്. ഇന്നലെ ഞങ്ങളുടെ അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളെ ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞിരിക്കുന്നത്, കട ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് കടം മേടിച്ചിട്ടാണ്, ബാങ്ക് ലോൺ വഴിയാണ്. ഇതും അതുമായിട്ട് കൂട്ടിക്കുഴച്ച് ഞങ്ങളെ അപമാനിക്കുകയാണ്, ജീവിക്കാൻ കഴിയുന്നില്ല. ഇതാണ്. ഇതിനൊരു പരിഹാരം കാണാൻ എം പിക്ക് ഉത്തരവാദിത്വമില്ലേ? ഇതെല്ലാം എം പിക്ക് അറിയാലോ. എം പി ദേശീയ നേതാവായിരിക്കാം, ഞങ്ങൾ ആ അർത്ഥത്തിൽ അവർ ബഹുമാനിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ദേശീയ നേതാവായൊരു എം പി സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർക്കുണ്ടാവുന്ന പീഡാനുഭവങ്ങൾ കണ്ട് അതിന് കൂട്ടുനിൽക്കുകയാണോ വേണ്ടത്? അത് അരുത് എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലേ? അതവർ ചെയ്യുന്നില്ല എന്നാണ് കാണുന്നത്. ആളുകളതൊക്കെ കാണുകയല്ലേ. എം പി ആരെ കൂടിയാണ് സഞ്ചരിക്കുന്നത്? ഇവർക്ക് ആത്മഹത്യ ചെയ്യാനിടയാവുന്ന രീതിയിൽ പത്രങ്ങൾക്ക്, ചാനലുകൾക്ക് അഭിമുഖ സംഭാഷണം കൊടുത്ത ആളുടെ കൂടെ എം പി അടക്കുകയാണ്. പോട്ടെ, രാഷ്ട്രീയമായിട്ട് സംഘടനകളായിട്ട് പോയി വിചാരിക്കുക, ഇവിടെയും പോയി നോക്കണ്ടേ? ആശുപത്രിയിൽ ചെന്ന് കാണണ്ടേ? അവരെ പഞ്ചായത്ത് മെമ്പർ മരിച്ചുപോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ഏറ്റവും നല്ലപോലെ UDFൻ്റെ വർക്ക് ചെയ്ത ഒരാളാണല്ലോ, പ്രവർത്തിച്ച ഒരാളാണല്ലോ പഞ്ചായത്ത് മെമ്പറും മണ്ഡലം ഭാരവാഹി കൂടിയായിട്ടുള്ള ജോസ്. പക്ഷേ അങ്ങോട്ട് പോകുന്നില്ല. ഇത് നാട്ടിലെ ജനങ്ങളാകെ കാണുന്നില്ലേ? സാധാരണ കോൺഗ്രസ്സുകാർ കാണുന്നില്ലേ? ഇതിനെ രാഷ്ട്രീയമായിട്ടാണോ രജി കാണുക? നിങ്ങളുടെ നാട്ടിലൊരു വിഷയം ഉണ്ടായാൽ നിങ്ങൾ ജാതി മത ഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ ഒരാൾ മരിച്ചാൽ നിങ്ങളൊക്കെ വീട്ടിൽ പോകുന്നില്ലേ? നിങ്ങളുടെ അവിടെ MLA വീട്ടിൽ പോവില്ലേ? അതല്ലേ കേരളത്തിൻ്റെ ഒരു സംസ്കാരം. ആ കേരളത്തിൻ്റെ സംസ്കാരത്തെ അട്ടിമറിക്കുക കൂടിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് പോണ്ടേ? MLAക്ക് പ്രവേശനമില്ല, ആ കുടുംബം MLA വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് MLA പോണ്ടാചാരിക്കുക. MP വിലക്കില്ലല്ലോ, MP ആരും വിലക്കിയിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് എത്രമാത്രം ആശ്വാസം ഉണ്ടാവും?
ഈ വിഷയങ്ങൾക്ക് ഇടപെടാനുള്ള അവസരം അവർക്ക് ഉപയോഗിക്കാമല്ലോ. അതൊന്നും എം പി നിർവഹിക്കുന്നില്ല. അവിടെയാണ് വിഷയം. എം പി ദേശീയ നേതാവ് നിലക്ക് എല്ലാ മരിച്ച വീട്ടിലും പോകാൻ കഴിയുമോ എന്നുള്ള ലളിതമായൊരു ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുകയല്ല വേണ്ടത്. എല്ലാ മരിച്ച വീട്ടിലും അല്ല പോകേണ്ടത്. ഒരാളുടെ ജീവൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ പാർട്ടിക്കകത്തുണ്ടായ സംഘടനാ പ്രശ്നം മൂലം ഒരാളെ പീഡിപ്പിക്കുകയാണ്. രജി നേരത്തെ പറഞ്ഞു എന്താ പുതിയ അന്വേഷണം നടത്തി പ്രസാദ് എന്ന് പറഞ്ഞ ഒരാൾ ജയിലിലാണ്. അടുത്ത അന്വേഷണം നടത്തിയാൽ ഈ മറ്റു ആളുകളിലേക്കൊക്കെ ഇത് പോകും. അതിലൊക്കെ കൊണ്ട് വേവലാതി കൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തി കളഞ്ഞു, എന്നെ അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിച്ചു കളഞ്ഞു, എൻ്റെ കുടുംബത്തെ ആക്രമിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ജോസ് ജീവൻ തന്നെ നഷ്ടപ്പെടുത്തിയത്. ഒരിക്കലും നമുക്ക് അതിനോടൊന്നും യോജിപ്പില്ല. അങ്ങനെയല്ല കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ മരിച്ചവരെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തല്ലോ. അതിന് പ്രേരിപ്പിച്ചത് നിങ്ങളാണ്. അതിന് അറുതി വരുത്താൻ നേരെ വയനാട് മണ്ഡലത്തിലെ എം പി എന്ന നിലക്ക് നിങ്ങളുടെ സ്വന്തം പാർട്ടി പ്രവർത്തകർ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് തടയിടാനുള്ള സംഘടനാപരമായ ഉത്തരവാദിത്വമുണ്ട്, രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്, മാനുഷികമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മാനുഷിക നിലപാട് പോലും സ്വീകരിക്കുന്നില്ല എം പി. അവിടെയാണ് വിഷയം. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തട്ടിപ്പുകാരുടെയും വെട്ടിപ്പുകാരുടെയും കൊള്ളക്കാരുടെയും ഗുണ്ടാസംഘങ്ങളെ പോലെ പെരുമാറുകയാണ്. ഗ്രൂപ്പ് വഴക്കിൻ്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണ്ടാസംഘങ്ങൾ പെരുമാറുന്ന പോലെയാണ് പെരുമാറുന്നത്. ആയുധമെടുത്ത് നേരിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ച ആളുകളെ കൊല്ലുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആളെ ജീവിക്കാതിരിക്കാൻ, ആളുകളെ ജീവിതം അവസാനിപ്പിക്കാൻ നിർബന്ധിക്കുന്ന രീതിയിലേക്കുള്ള മാനസികാവസ്ഥയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുകയാണ്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുതന്നെയാണ് ശ്രീ സി കെ ശശീന്ദ്രൻ. ശ്രീ റജി, ഏതായാലും ഇതിന് മറുപടി പറഞ്ഞേ പറ്റൂ. എം പിക്ക് പോകാമായിരുന്നല്ലോ. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഇന്ന് പ്രിയങ്ക ഗാന്ധി അവിടെ ഒരു ക്രിക്കറ്റ് മാച്ചിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു കോൺഗ്രസിൻ്റെ മെമ്പറാണ് അവിടെ മരിച്ചത്. ആ വീട്ടിൽ പോകാതിരുന്നത് എന്തെന്നുള്ള ചില ചോദ്യങ്ങൾ സി കെ ശശീന്ദ്രൻ ചോദിച്ചതുപോലെ തന്നെ കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്നത്. ശ്രീ റജി, ഒരുപക്ഷേ സി കെ ശശീന്ദ്രൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് വീണ്ടും തുടങ്ങാം. പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന എം പി അവിടെ സ്ഥലത്തുണ്ട്. നേരത്തെ ഒരുപക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. സണ്ണി ജോസഫിനെ കൊണ്ട് ഒരു കാര്യവുമില്ല, കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തിയില്ലാത്ത ആളാണ് സണ്ണി ജോസഫ് എന്ന് തിരുവഞ്ചൂരിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടുകഴിയുകയും ചെയ്തു. ഇത്തരത്തിൽ താങ്കളുടെ വാക്കുകൾ തന്നെ കടമെടുത്താൽ ഒരു പ്രാദേശിക പ്രശ്നമാണ്, അത് പരിഹരിക്കാൻ സംസ്ഥാനത്തെ KPCC നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ അതിന് ഇടപെടേണ്ടത് AICC ആണ്, കേന്ദ്ര നേതൃത്വമാണ്. എന്ത് ഇടപെടലാണ് നടത്തിയത്? താങ്കൾ അതിനെ ഇന്നലെ മുതൽ വല്ലാതെ ന്യായീകരിക്കുന്നുണ്ട്. ഒരു പ്രാദേശിക പ്രശ്നമാണെന്നുള്ളത്. 5 പേരുടെ ജീവൻ പൊലിഞ്ഞത് പ്രാദേശിക പ്രശ്നം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു നൈതികത എനിക്ക് മനസ്സിലാകുന്നില്ല. ആ 5 കുടുംബങ്ങൾക്കുണ്ടാകുന്ന വിഷമത്തെ നിസ്സാരവൽക്കരിക്കുന്ന അതിനെക്കുറിച്ച് മനസ്സിലാകുന്നില്ല. പക്ഷേ എന്നാൽ പോലും നേരത്തെ സി കെ ശശീന്ദ്രൻ പറഞ്ഞ പോലെ മാനുഷികമായ ചില പ്രശ്നങ്ങളുണ്ട്. പ്രിയങ്ക ഗാന്ധിക്ക് ആ വീട്ടിലൊന്ന് പോയിക്കൂടായിരുന്നോ? എന്താണ് പോകാൻ പറ്റാത്തത്? അത്രയ്ക്ക് രൂക്ഷമായ പ്രശ്നങ്ങൾ എന്താണ്? അതായത് നിങ്ങളുടെ നേതൃത്വം നൽകുന്ന സന്ദേശം അതുതന്നെയാണ്. നിങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണ്, ഇരകളോടൊപ്പമല്ല എന്ന് തന്നെയാണ്. ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താതിരിക്കൂ ബഹുമാന്യനായ സജു. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് കോൺഗ്രസിനുള്ളത്. ഇവിടെ ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും NM വിജയൻ്റെ കുടുംബത്തിനോടൊപ്പമാണെന്നും അവരെ സാന്ത്വനിപ്പിക്കുന്നതിനും അതിനുവേണ്ടി എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും സംസ്ഥാന നേതൃത്വത്തിനോട് ബഹുമാന്യയായ പ്രിയങ്ക ഗാന്ധി അഭ്യർത്ഥിച്ചിട്ടുള്ള കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. ഇവിടെ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബഹുമാന്യ സി കെ ശശീന്ദ്രൻ അദ്ദേഹവും അതുപോലെ ബഹുമാന്യനായ ശ്രീ A സജീവനും അദ്ദേഹം ഒക്കെ ചോദിക്കുകയുണ്ടായി, കോൺഗ്രസ് എന്ത് ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതെന്ന്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. TM മുകുന്ദൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്താണെന്നറിയാമോ? ഫിലോമിന ദേവസി ചികിത്സ കിട്ടാതെ മരണപ്പെട്ടത് എന്തുകൊണ്ടെന്നാണ് അറിയാമോ? മേഴ്സി കില്ലിംഗ് ആവശ്യപ്പെട്ടുകൊണ്ട് ജോഷി അദ്ദേഹം മേഴ്സി കില്ലിംഗ് എന്നെ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിക്ക് കത്ത് നൽകി. എന്താണ്? കരുവന്നൂർ ബാങ്ക് അവരുടെ നിക്ഷേപ തുക തിരിച്ചു കിട്ടാതെ ചികിത്സ നിഷേധിക്കപ്പെട്ട് മരണപ്പെട്ട സാധുക്കളാണ്. അവരുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അങ്ങും ഈ ബഹുമാന്യനായ A സജീവനും ഒക്കെ ഈ ധാർമ്മിക രോഷം പുലർത്തുന്നില്ല? ADM നവീൻ ബാബു മരിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ധാർമ്മിക രോഷം ഉയർന്നില്ല? അതുപോലെ ഈ ഏറ്റവും അടുത്ത് ഈ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എവിടെയാണ് നമ്മുടെ ഈ തൊട്ടടുത്ത അവിടെ ശ്രീജ എന്ന ഒരു പഞ്ചായത്ത് അംഗം മരണപ്പെട്ടു. അത് CPM, അതായത് സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവിടെ
എന്താണ് ശക്തമായ പ്രക്ഷോഭം നടത്തി CPM. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ശ്രീജ ആത്മഹത്യ ചെയ്തു, പഞ്ചായത്ത് അംഗമാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ധാർമ്മിക രോഷം ആ ഘട്ടത്തിൽ പുലർത്തിയില്ല? അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ, അതായത് നോക്കൂ, പിന്നെ ആന്തൂർ നഗരസഭയിലെ സാജൻ അദ്ദേഹം ആത്മഹത്യ ചെയ്തു, അത് നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിൽ ആത്മഹത്യകളും അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി ജീവൻ നഷ്ടപ്പെട്ട എത്രയോ പേരാണ് ഇടതുപക്ഷ ഭരണത്തിൻ്റെ ഈ 10 വർഷത്തെ കാലത്തിനിടയിൽ നമുക്ക് നിരത്തുവാൻ കഴിയുക. അപ്പോൾ അവരുടെയൊക്കെ പ്രശ്നത്തിൽ എന്തുകൊണ്ട് ഇതേ രീതിയിലുള്ള ഒരു ധാർമ്മിക ഒരു രോക്ഷം എന്തുകൊണ്ട് പുലർത്തുന്നില്ല എന്നുള്ള ഒരു ചോദ്യം എനിക്ക് തോന്നുന്നു ശശീന്ദ്രൻ താങ്കളോടാണ് ചോദിച്ചത്. ധാർമ്മിക രോഷം നവീൻ ബാബുവിന്റെ കേസിൽ, ആന്തൂരിലെ കേസിൽ ഇല്ലേ എന്നൊരു ധാർമ്മിക രോഷം താങ്കൾക്ക് ഉണ്ടാകാത്തത് എന്താണെന്നാണ് ഇപ്പോൾ റജി ചോദിക്കുന്നത്. നിയമപരമായിട്ട് നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ആളിപ്പോൾ ആ സ്ഥാനം വഹിക്കുന്നില്ലല്ലോ. അങ്ങനെയാണോ? എം എൽ എ ആയിട്ട് തുടരുകയല്ലേ രുചി? ഒരു പാവപ്പെട്ടൊരു വീട്ടമ്മയെ അവരുടെ അമ്മായി അച്ഛൻ മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തു. ഭർത്താവിൻ്റെ മൂത്ത സഹോദരനെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്തു. എന്നിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റും കൊണ്ട് MLA പോയി. ആ MLA ഇപ്പോഴും അവിടെ തുടരുകയല്ലേ? അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? കരുവന്നൂരിൽ ആ ബാങ്കിലുണ്ടായ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. ആ തട്ടിപ്പ് കൂടിയാണ് പുതിയ ഒരു സഹകരണ നിയമം ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ഗവൺമെൻറ്റിനെ പ്രേരിപ്പിച്ചത്. ഓഡിറ്റ് രീതിയിൽ വലിയ മാറ്റം വരുത്തി. ഗ്രൂപ്പ് ഓഡിറ്റിംഗ് സമ്പ്രദായം വന്നിരിക്കുന്നത് അതിൻ്റെയും കൂടി ഒരു വെളിച്ചത്തിലാണ്. അവർക്കെല്ലാവർക്കും പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു? കൊടുത്തല്ലോ എല്ലാവർക്കും. ആ തട്ടിപ്പ് നടത്തിയ മുഴുവൻ ആൾക്കാരും ജയിലിൽ കിടന്നില്ലേ? എല്ലാ ആൾക്കാരും ജയിലിൽ കിടന്നില്ലേ? അവിടുത്തെ ജീവനക്കാർ, അതുപോലെയുള്ള ആൾക്കാരെല്ലാം. അതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ച് ഞങ്ങളുടെ പാർട്ടി നേതാക്കളെ തേജോവധം ചെയ്യാനുള്ള വലിയ ശ്രമം നടത്തിയിരുന്നു. ED ഉൾപ്പെടെയുള്ള ആൾക്കാർ, മുൻ MLA ഉൾപ്പെടെ ഞങ്ങളെല്ലാം അവിടെ ഹാജരായി, മൊഴി കൊടുത്തു, മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. എന്നിട്ടൊന്നും കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ഞങ്ങളെ തകർക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് ഉൾപ്പെടെ മരവിപ്പിക്കുന്ന രീതി എടുത്തല്ലോ. ഞങ്ങളതിനെ രാഷ്ട്രീയമായിട്ടാണ് കാണുന്നത്. ആ രാഷ്ട്രീയമായിട്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ ഉയർന്നു വരുന്ന കാര്യങ്ങളെയും കാണുന്നത്. ആ കാര്യത്തിലൊന്നും നമ്മൾ തമ്മിലൊരു വ്യത്യസ്ത അഭിപ്രായം അക്കാര്യത്തിൽ ഉണ്ടാവേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ ധാർമ്മികമായ സംഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല. ഇനി നവീൻ ബാബുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പേരിൽ എന്ത് നടപടി സ്വീകരിച്ചെന്ന് ഈ നാട്ടിലെല്ലാവർക്കും അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം. അവരാ സ്ഥാനത്ത് തുടരുന്നില്ല. ഇവിടെ വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയെന്ന് എല്ലാവർക്കും അറിയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് പോലും അതിൽ പ്രതിഷേധമുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പറയുന്നതിന് പരിമിതി ഉണ്ടാവും, സംഘടനാപരമായ പരിമിതി. അവരാ സ്ഥാനത്ത് തുടരുകയല്ലേ? എന്തെങ്കിലും മാറ്റമുണ്ടോ? രാഹുൽ ഉൾപ്പെടെ തുടരുന്നതാണ്. രാഹുലിനെ കുറിച്ച് നിങ്ങളുടെ പാർട്ടിക്കകത്ത് തന്നെ നിയമസഭയിൽ വേണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാ സ്ഥാനത്ത് തുടരുകയാണ്. അതാണ് വിഷയം. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പാർട്ടി എന്ന് പറയുന്നത്, പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് നാട് അംഗീകരിക്കുന്നതായിരിക്കണം, നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അല്ലാതെ പൊതുപ്രവർത്തനം ഉപയോഗിച്ച് കാശുണ്ടാക്കാനുള്ള രാഷ്ട്രീയ പ്രവർത്തനം അല്ല. അതല്ല മഹാത്മാഗാന്ധി കോൺഗ്രസ്സിൽ ഉപദേശിച്ചിരിക്കുന്നത്. അതല്ല നിങ്ങളുടെ ആദ്യകാല നേതാക്കൾ അതൊക്കെ പോയിട്ട് വലിയ തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ആൾക്കാർ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എവിടെ കരുവന്നൂരിൽ നടന്നിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ആരും ന്യായീകരിക്കുന്നില്ല. അത് സഹകരണ രംഗത്തുണ്ടായ ഒരു പുഴുക്കുത്ത് തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? ആളുകളുടെ പൈസയൊക്കെ കൊടുത്തു, വളരെ പെട്ടെന്നായിട്ട് വന്ന്. ഞാൻ വൈസ് ചെയർമാനായിട്ടുള്ളൊരു ബോർഡുണ്ട്, സഹകരണ വികസന ക്ഷേമനിധി ബോർഡ്. 10 കോടി രൂപയാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി. ആ ബാങ്കിനാണ് കൊടുത്തിരിക്കുന്നത്. ആ പൈസ ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് അവിടുത്തെ ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങളെല്ലാം പരസ്പരം കൂടി ആലോചിച്ചുകൊണ്ട് നിക്ഷേപകർ വഴിയാധാരമാവാൻ വേണ്ടി പാടില്ല, അവരെ സഹായിക്കണം. ആ ബാങ്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തണം. അതിനുവേണ്ടി രൂപീകരിച്ച ബോർഡാണത്, സഹകരണ വികസന ക്ഷേമനിധി ബോർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കാശ് കൊടുക്കുന്നത്, അല്ലാണ്ട് തട്ടിപ്പ് നടത്തിയാനല്ല. അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യണ്ട ഇനി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എടുക്കുന്ന നിലപാട് പോലെയല്ല ഞങ്ങൾ എടുക്കുന്ന നിലപാട്. ആ നിലപാട് തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഒരു MLAക്ക് ഒരു മരിച്ച വീട്ടിൽ പോകാൻ കഴിയുന്നില്ല, സ്ഥലത്തെ MLAക്ക് പോകാൻ കഴിയുന്നില്ല. അത്രമാത്രം പ്രയാസകരമായ ഒരു പ്രതിസന്ധി എങ്ങനെ നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഉയർന്നു വന്നു നിങ്ങൾ ആലോചിക്കേണ്ടത്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതാണ് വിഷയം. താങ്കൾ തന്നെയാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. ധാർമ്മികതയുടെ പ്രശ്നം പറഞ്ഞല്ലോ, ധാർമ്മികത. ആ ധാർമ്മികത എന്തായിരുന്നു എന്നുള്ളത് CPIM ആ നവീൻ ബാബുവിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് CPIM എടുത്ത നിലപാടുണ്ട്. അവിടെ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആ സ്ഥാനത്തില്ല. നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനം തുടങ്ങിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമോ റജി നാളെ നിയമസഭയ്ക്ക് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ?
തട്ടിപ്പും വെട്ടിപ്പും കോൺഗ്രസിന്റെ രീതിയല്ല. നമ്മൾ കണ്ടു, തൃശ്ശൂരിലെ കാര്യം കണ്ടു, നിബിൻ ശ്രീനിവാസനും അതുപോലെ ശരത് പ്രസാദും തമ്മിലുള്ള ഫോൺ സംഭാഷണം, കപ്പലണ്ടി കച്ചവടം കോടീശ്വരനായ കഥയൊക്കെ നമ്മൾ കണ്ടു. ഇത് കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രീ റജി. തട്ടിപ്പും വെട്ടിപ്പും കോൺഗ്രസിന്റെ രീതിയല്ല എന്ന് പറയുമ്പോൾ കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണിത്. തട്ടിപ്പ്, വെട്ടിപ്പ്, സ്ത്രീവേട്ട, ഇതൊക്കെ തന്നെയാണ് ഈ പാർട്ടിയുടെ എന്നാണ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലെ നടപടിയെടുത്തത്? എന്താണ് നിങ്ങൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്തിനാണ്? പാർലമെന്ററി പാർട്ടി സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്തിനാണ്? 6 പേരാണ്, അതിൽ 2 പേർ ഗർഭചിത്രം നിർബന്ധിച്ച് നടത്തിയെന്ന ആരോപണം ഇങ്ങനെ നേരിടുകയാണ്. നിഷേധിച്ചോ രാഹുൽ മാങ്കൂട്ടത്തിൽ? നിഷേധിച്ചോ നിങ്ങളുടെ പാർട്ടി നേതാക്കൾ? സ്ത്രീവേട്ടക്കാരായ, തട്ടിപ്പ് നടത്തുന്ന, ചതിയും വഞ്ചനയും നടത്തുന്ന ഒരു കൂട്ടത്തിൻ്റെ നേതാക്കളായി നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുമ്പോൾ നിങ്ങൾ വീണ്ടും വന്നിരുന്നു പറയുകയാണ് തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന പാർട്ടിയല്ല. തട്ടിപ്പും വെട്ടിപ്പും മാത്രമല്ല, സ്ത്രീവേട്ട കൂടി നടത്തുന്ന ഒരു പാർട്ടിയാണെന്നാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തുന്നത്. ശ്രീ രഞ്ജി, അങ്ങ് കോൺഗ്രസിന്റെ നേരെ ഒരു വിരൽ ചൂണ്ടുമ്പോൾ അങ്ങയുടെ നേരെ 4 വിരലുകൾ ചൂണ്ടുന്നുണ്ട്. FIR രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച MLA നിയമസഭയിലുണ്ട്. ഇത്തരം ആരോപണങ്ങൾ കേൾക്കുന്നവരുണ്ട് നിയമസഭയിൽ. അപ്പം ഞാൻ ഏതെങ്കിലും ആ വിഷയത്തിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടി വ്യക്തമായ ഉത്തരവാദിത്തപ്പെട്ട നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ സമുന്നതരായ നേതാക്കൾ ചേർന്ന് ഒത്തൊരുമിച്ച് ഐക്യകണ്ഠേന ഏറ്റവും സമുചിതമായ, ധാർമ്മികമായ, രാഷ്ട്രീയമായ ഏറ്റവും ഉന്നത മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ എന്നുള്ള നിലയിൽ മൂല്യം, ആ മൂല്യം, അത്തരത്തിലുള്ള മൂല്യം വെച്ച് പുലർത്തുന്നയാൾ നിയമസഭയിൽ പാലക്കാടിനെ പ്രതിനിധീകരിക്കട്ടെ എന്നാണ് താങ്കൾ പറയുന്നത്. നോക്കൂ, അങ്ങ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയരുത്. അത് സംബന്ധിച്ച് കോൺഗ്രസ് വളരെ യുക്തമായ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ശക്തമായ നിലപാടും നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അത് കേരളത്തിലെ പൊതുസമൂഹമാകെ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പൊതുസമൂഹം അത് അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശരി റജി, സി സജീവൻ, ഒരുപക്ഷെ ഈ റജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാക്കുകളുണ്ടല്ലോ, അതായത് കോൺഗ്രസിന്റെ നേതാക്കൾ സണ്ണി ജോസഫ് അടക്കമുള്ളവർ, VD സതീശൻ അടക്കമുള്ളവർ നിരന്തരം പറയുന്നുണ്ട് യുക്തമായ സമയത്ത് ഉചിതമായ തീരുമാനം കോൺഗ്രസ് നേതൃത്വം എടുക്കും. റജിയുടെ വാക്കുകൾ അതുതന്നെയാണ്. ഈ യുക്തമായ സമയത്ത് ഉചിതമായ തീരുമാനം അതെന്താണ്? ഏതാണ് ഉചിതമായ തീരുമാനം? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഉചിതമായ തീരുമാനം ഏതാണ്? NM വിജയൻ്റെ വിഷയത്തിൽ ഉചിതമായ തീരുമാനം എന്താണ്? ജോസ് നെല്ലേടത്തിൻ്റെ വിഷയത്തിൽ ഉചിതമായ തീരുമാനം എന്താകണം? കേരള സമൂഹം ആഗ്രഹിക്കുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതെന്തായിരിക്കും ശ്രീ സജീവൻ? ശ്രീ സജീവനിലേക്ക് തിരികെ വരാം. CK ശശീന്ദ്രൻ, ഇപ്പോഴും റജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൂല്യങ്ങളാണ്. കോൺഗ്രസിന് ചില മൂല്യങ്ങളുണ്ട്. ആ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില നടപടികൾ കൈക്കൊണ്ടിട്ടു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കാൻ പോകുന്ന സമയപരിമിതിയുണ്ട്. നാളെ നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. ശ്രീ റജി, കോൺഗ്രസിൻ്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞതുപോലുള്ള ഒരു മൂല്യബോധം, കോൺഗ്രസിൻ്റെ ഒരു നൈതികത, ആ നൈതികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീവേട്ടയ്ക്ക് പിന്തുണ നൽകുന്നതാണ്. ആ ഹൃദയവേദനയോടുകൂടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്ന് പറഞ്ഞ VD സതീശനെ നമ്മൾ കണ്ടതാണ്. NM വിജയൻ ആരാണെന്ന് ചോദിച്ച VD സതീശൻ പ്രതിപക്ഷ നേതാവിനെ കണ്ടതാണ്. NM വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പ്, അങ്ങനെ ഒരു ആത്മഹത്യാക്കുറിപ്പ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ K സുധാകരനെ കണ്ടതാണ്. ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞ സണ്ണി ജോസഫിനെ കണ്ടതാണ്. ഇതാണോ കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മികത, മൂല്യബോധം എന്ന് പറയുന്നത്? CK ശശീന്ദ്രൻ, അത് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വനിതാ MLA തന്നെ ഇതിനകം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്താ നിലപാട് സ്വീകരിക്കേണ്ടതെന്ന്. ആ നിലപാടൊന്നും കോൺഗ്രസ് അംഗീകരിച്ചില്ലല്ലോ. വനിതാ MLA തന്നെ പരസ്യമായി പറയാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സാഹചര്യം കേരളത്തിൽ ഉയർന്നു വന്നു, രാഷ്ട്രീയ സാഹചര്യം. കോൺഗ്രസിനോട് വിരോധമുള്ളവരല്ലല്ലോ അവരൊക്കെ, അവർക്ക് കോൺഗ്രസിന് വേണ്ടി നല്ലപോലെ പ്രവർത്തിക്കുന്നവരല്ലേ. അങ്ങനെ വന്നപ്പോൾ ആ വനിതാ MLA എങ്ങനെയാണ് അവർ കടന്നാക്രമിച്ചിരുന്നത്? എറണാകുളത്തൊരു അപകടം ഉണ്ടായപ്പോൾ ആ അപകടത്തിൽ അവർ തിരിച്ചു വന്നത് തന്നെ മോശമായിപ്പോയി എന്ന രീതിയിലല്ലേ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നത്. ഇതാണ് കോൺഗ്രസ്. അതുകൊണ്ട് അവരെടുത്തുന്ന ഒരു സാമൂഹ്യ നീതി ഒന്നും പെരുമാറും. ശരി, വളരെ നന്ദി CK ശശീന്ദ്രൻ, ശ്രീ റജി, ശ്രീ സജീവൻ ഈ സാഹചര്യത്തിൽ പ്രതികരിച്ച സമയപരിമിതി മൂലം ഈ ഡിബേറ്റ് ന്യൂസ് ആൻഡ് വിഷ് ഇവിടെ പൂർത്തീകരിക്കേണ്ടി വരുന്നു. ഏതായാലും കോൺഗ്രസ്
എന്താണ് ചെയ്യാൻ പോകുന്നത്, കോൺഗ്രസിൻ്റെ നൈതികത എന്താണ്, കോൺഗ്രസിൻ്റെ മൂല്യബോധം എന്താണ്, അധാർമികത അലങ്കാരമാക്കുന്ന ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഈ ചർച്ച അവസാനിക്കുമ്പോഴും പൊതുസമൂഹത്തിൽ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്നിവിടെ പൂർത്തിയാവുകയാണ്.